സഹൃദയരെ, അധികം ഔപചാരികതകളില്ലാതെ നമ്മൾ ഹൗ ടു ലേൺ സയൻസ്, ശാസ്ത്രം പഠിക്കേണ്ടത് എങ്ങനെ, അതിലോട്ട് നമുക്ക് വലിയ ഔപചാരികളല്ലാതെ നേരെ തന്നെ കടക്കട്ടെ. നമ്മുടെ പാനലിസ്റ്റിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. അജേഷ് വയലിൽ. അപ്പം അദ്ദേഹം വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് വിൻഡ് ടർബൈൻസ് ഉണ്ട്, അത് ഡിസൈൻ ചെയ്യുന്ന അതാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല. ശരൺ ശാസ്ത്ര നിരീക്ഷകൻ എന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ പ്രവീൺ ഗോപിനാഥ് മെഡിക്കൽ ഡോക്ടറാണ്. അഹല്യ അഗ്രികൾച്ചറൽ കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ഡോക്ടർ സുധ കപ്പള്ളി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ സുവോളജി പ്രൊഫസറാണ്. അപ്പം ഞാൻ ആദ്യമായി ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ, എന്തിനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത്? നേരത്തെ ഡോക്ടർ മനോജ് പറഞ്ഞ പോലെ തന്നെ സയൻറ്റിഫിക് ടെമ്പർ വളർത്താൻ തന്നെയാണ് സയൻസ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്. കാരണം 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റിൽ പുതിയൊരു ആർട്ടിക്കിൾ കയറ്റിയപ്പോൾ ആർട്ടിക്കിൾ 51AH പ്രധാനമായിട്ടും പറയുന്നുണ്ട് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിരിക്കണം സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും സയൻസ് എഡ്യൂക്കേഷന് മാത്രമേ അങ്ങനെ ഒരു രീതിയിലേക്ക്, കാരണം സയൻറ്റിഫിക് ടെമ്പർ എന്ന് സിംപ്ലി പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പം സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ഞാനത് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ എനിക്ക് കഴിയണമെങ്കിൽ ആ സയൻറ്റിഫിക് ടെമ്പർ എനിക്ക് വേണം. അത് വളർത്തിയെടുക്കാൻ സയൻസ് എഡ്യൂക്കേഷനെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് സയൻസ്, എന്തിന് സയൻസ് എന്നുള്ളതല്ലേ ചോദ്യം. ഞാൻ ഒരു ഡോക്ടറാണ്. എൻ്റെ ഫീൽഡ് വെച്ച് ഞാൻ പറയാം, നമ്മൾ ലോകത്തെയും നമ്മളെ തന്നെയും മനസ്സിലാക്കാൻ നമുക്ക് ഒരു ആഗ്രഹമുണ്ട്. അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും ആ ഒരു അറിവ് ആവശ്യമാണ്. നമുക്ക് ചുറ്റുപാടുള്ള ലോകത്തെ അറിയണം. നമ്മൾ മെഡിക്കൽ ഫീൽഡ് എടുത്താൽ, മെഡിസിൻ എടുത്താൽ, അതീതകാലം മുതൽ തന്നെ നമ്മൾ രോഗത്തെപ്പറ്റിയും ആരോഗ്യത്തെപ്പറ്റിയും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് വേണ്ട ക്യൂറുകളും ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പലതും നമ്മൾ ക്യൂറെന്ന് വിചാരിച്ച് ചെയ്തത് രോഗം കൂടുതൽ വഷളാക്കാൻ ആയിരുന്നു എത്തിച്ചേർന്നിരുന്നു. ഇത് നമ്മൾ പലപ്പോഴും നല്ലത് എന്ന് കരുതുന്ന ക്യൂർസ് തന്നെ ആളുകൾ ഇന്നും ഫോളോ ചെയ്യുന്നത് ഒരു ഗുണവും ഉണ്ടാക്കാത്ത കാര്യങ്ങളാണ്. എന്നിട്ടും ആളുകൾ അതിൽ വിശ്വസിക്കുന്നു, അത് അവർക്ക് നല്ലതെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഒരു സത്യത്തിൽ എത്തിച്ചേരുന്നത് പലപ്പോഴും നമ്മളെ മനസ്സുകൊണ്ടുള്ള ബയാസ്, നമ്മൾ സത്യം ശരിക്കും കാണുന്നതിന് നമുക്ക് വിഘാതമാവുന്നുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ശരിയായ സത്യം, നമ്മുടെ സബ്ജക്റ്റീവ് അസസ്മെൻ്റ് അല്ല, ഒബ്ജക്റ്റീവ് മെഷർമെൻ്റ് ആണ് നമുക്ക് സത്യത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം അറിയുന്നതിന് സയൻറ്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ നിത്യജീവിതത്തിലും പ്രയോഗിക്കാനാണ് സയൻറ്റിഫിക് ടെമ്പർ വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ സയൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തിന് സയൻസ് പഠിക്കണം എന്നതിനെ പറ്റി വലിയ സംശയം ഉണ്ടാവില്ല. ഇപ്പോൾ ഡോക്ടർക്കായാലും പ്രൊഫസർക്കായാലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ സയൻസ് പഠിക്കാം. ഒരു സാധാരണ ഒരാൾ എന്തിന് സയൻസ് പഠിക്കണം, അതിൻ്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വളരെ അത്യാവശ്യമാണ് സയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണ്ട, ഞാൻ എങ്ങനെ ജീവിക്കണം. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയെ പോലും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അറിയാത്തവരാണ് 12ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചിട്ട് ഇറങ്ങുന്ന മിക്ക ആൾക്കാരും. അവിടെ പോലും നമുക്ക് ആ ബേസിക് സയൻസ് നമ്മളത് മനസ്സിലാക്കുന്നില്ല, നമ്മളല്ലെങ്കിൽ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പം സയൻസിനെ ഒരു സാധാരണക്കാരൻ എന്തിനു മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾ സയൻസ് അറിഞ്ഞിരിക്കണം. നിങ്ങളല്ലാതെ പുറത്തുനിന്ന് ഒരാൾ, അതിപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, വേറൊരാൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കാളും പ്രയോറിറ്റി ഇല്ല. സോ എന്ത് കാര്യത്തെയും ഒരു സയൻസിൻ്റെ വീക്ഷണത്തിലൂടെ മറ്റ് ബയാസുകളൊക്കെ മാറ്റിവെച്ച് നിരീക്ഷിച്ചും ചിന്തിച്ചും അവലോകനം ചെയ്തിട്ട് മനസ്സിലാക്കാൻ
സയൻസ് വളരെ അത്യാവശ്യമാണ്. സയൻസ് എന്ന ഡെഫിനിഷനിൽ തന്നെ ആക്ച്വലി സയൻസ് എന്തിനു പഠിക്കണം എന്നുള്ള ഉത്തരവുണ്ട്. സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള നമ്മളെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും മനസ്സിലാക്കാനുള്ള മെത്തഡോളജിയാണ് സയൻസ് ബേസിക്കലി. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും അറിയണമെങ്കിൽ സയൻസിൻ്റെ മെത്തഡോളജി യൂസ് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ ശരൺ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ എന്ത് കഴിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ആവശ്യമല്ല. കാലാകാലങ്ങളായിട്ട് നമുക്ക് തരുന്ന ഫുഡുകളോ തരുന്ന ഇതുകളോ നമുക്ക് ഉണ്ടായാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് നല്ല ഭക്ഷണം, ഒരുപാട് ചോറ് കഴിക്കുന്നതാണോ അല്ല കൃത്യമായിട്ടുള്ള അളവിൽ ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് കഴിക്കുന്നത് എന്താണോ, അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് സയൻസ് മനസ്സിലാക്കിയാൽ മതി, സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായാൽ മതി. ഇപ്പോൾ നേരത്തെ മനോജ് കൊമ്മത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, നമ്മൾ ഫ്യൂച്ചറിൽ സയൻസിന് കൂടി ഫ്രണ്ട്സ് ആയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ സയൻസ് മാറ്റി നിർത്തി പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമല്ല, നമ്മളുള്ള കൂടെ തന്നെ ജീവിക്കുന്ന ഒരു വിഷയമാണ് സയൻസ്. എനിക്കുള്ള സംശയമാണ്, ഇനി അത് ചിലപ്പോഴേ ആർക്കെങ്കിലും അത് തീർത്ത് തരാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ആ ടേം, ആ വാക്ക് തന്നെ വളരെ ബൃഹത്തായൊരു വാക്കാണ്. നമ്മളുടെ ശരീരവും നമ്മളുടെ നമ്മളുടെ ഭക്ഷണവും നമ്മളുടെ ചികിത്സയും മാത്രമല്ല സയൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണത്. എതിർപ്പുണ്ടാവാം, ഞാനത് കേൾക്കാനും അത് പ്രതികരിക്കാനും ഞാൻ തയ്യാറാണ്. സയൻസ് ശരിക്കും ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ടേമൊക്കെ ഉപയോഗിച്ചത് മനുഷ്യൻ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളുടെ ഈ പ്രകൃതിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ പറയും, നമ്മൾ ഓരോ ജീവിയെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഒരു സൂക്ഷ്മ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്നുകിൽ ആ ഒരു സത്യത്തിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഒന്നുകിൽ അതിൽ നിന്ന് നമ്മൾ ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഇൻസ്പിരേഷൻ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ മിമിക് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് നമ്മളുടെ മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പേര് നമ്മളാണ് കൊടുത്തതെങ്കിലും ഈ ഒരു സത്യം, അതാണല്ലോ സത്യം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഈ ശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ മനുഷ്യർ മാത്രമല്ല നമ്മൾ ഓരോ ജീവികളിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ അഭിപ്രായത്തിൽ ശാസ്ത്രം എന്നുള്ളതിന് ഒരു സത്യം എന്നുള്ള വാക്കുമായിട്ടാണ് കൂടുതൽ ഇത് സത്യം. എല്ലാ ആത്യന്തിക സത്യങ്ങളും ആണ് ശാസ്ത്രം, അല്ലെങ്കിൽ അത് സത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സും കൂടിയിട്ടുള്ളതാണ് ശാസ്ത്രം. അത് മനുഷ്യനോ ജീവികളുമായിട്ടോ മാത്രം കൂടുതൽ കൊണ്ടോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മനുഷ്യർക്ക് ഉപയോഗപ്രദമായത് ഗുണപ്രദമായത് എന്നുള്ളത് മാത്രമല്ല, പല ശാസ്ത്രങ്ങളും നമുക്ക് ഗുണപ്രദമല്ലായിരിക്കാം. നമ്മുടെ ഒരു സ്ക്യൂഡ് വ്യൂ പോയിന്റ് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്ത് കുറേ കാലം ജീവിക്കണം, നമുക്ക് സമാധാനം വേണം, സത്യം വേണം, പുരോഗതി വേണം എന്നൊക്കെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണ്. ലോകത്ത് ഏതോ ഒരു കോണിൽ ഏതോ ഒരു മൂലക്ക് ഏതോ ഒരു പിക്സലിൽ കിടന്ന് ഉള്ള നമ്മളെ ആസ്പിറേഷൻസാണ് നമ്മൾ പറയുന്നത്. ശാസ്ത്രം എവിടെയോ കിടക്കുന്നു, എത്രയോ കോടാനുകോടി വർഷങ്ങൾ പ്രകാശവർഷങ്ങൾ പരന്ന് കിടക്കുന്ന ഈ ലോകത്ത് എത്രയോ സൂക്ഷ്മതലത്തിൽ സൂക്ഷ്മ ജീവികൾ പോട്ടെ, അതിനും എത്രയോ സൂക്ഷ്മതലത്തിൽ കണങ്ങളും ഫീൽഡുകളും എല്ലായി വ്യാപിച്ച് കിടക്കുന്ന ഈ യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിൽ നമ്മുടെ ഈ ആസ്പിറേഷൻസ്, നമ്മുടെ എത്രയോ കോടിക്കണക്കിനല്ല, അത് അങ്ങനെ പറഞ്ഞാൽ പോലും എന്ന് വെച്ചാൽ യൂണിവേഴ്സിൻ്റെ ഏജിൽ നമ്മുടെ ഈ ഓരോ കൊല്ലങ്ങളും നൂറ്റാണ്ടുകളും എന്നെല്ലാം പറയുന്നത് വളരെ ക്ഷണികമാണ്. അത്രയും ചെറിയൊരു സമയത്ത് നമുക്ക് തോന്നുന്ന ആസ്പിറേഷൻസും നമ്മുടെ പുരോഗതി ഗുണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതോ കോണിൽ കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ശാസ്ത്രത്തെ നമ്മുടെ ആസ്പിറേഷൻസിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്
ഇത്തരം വ്യൂ പോയിന്റ്സ് ചെയ്യുന്നത്. ശാസ്ത്രം എന്നുള്ളത് മനുഷ്യൻ എന്നല്ല, പിന്നെ സൂര്യൻ എന്നല്ല, സൗരയൂഥം എന്നല്ല, ഇതൊന്നും അറിയാതെ തനിയെ ചലിക്കുന്ന വലിയൊരു പിന്നെ സത്യം ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ ആ സത്യങ്ങൾ അറിയുന്നതിലൂടെ നമുക്ക് കുറച്ച് നമുക്ക് വേണ്ടി യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ. അല്ലാതെ ശാസ്ത്രം നിലകൊള്ളുന്നത് മനുഷ്യർക്ക് വേണ്ടിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധമോ നമുക്കുണ്ടാവരുത്. നമ്മൾ ആത്യന്തികമായി അറിയുന്നത് സത്യങ്ങളാണ്. ആ സത്യങ്ങൾ പലപ്പോഴും നമുക്ക് നല്ലതായിരിക്കാം, മോശമായിരിക്കാം. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഇറ്റ്സ് എ ട്രൂത്ത്. ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ മനുഷ്യരില്ലാത്തപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലം വർഷത്തെ ഭൂമിയുടെ ഹിസ്റ്ററി എടുത്താൽ അല്ലെങ്കിൽ ഒരു ലക്ഷം അതിൽ പല ഇപ്പം ലാസ്റ്റ് എന്താ എനിക്ക് തോന്നുന്നു പ്ലീസ്റ്റോസീൻ ഏജ് ആണെന്ന് തോന്നുന്നു, ഒരു 15,000 years. അതിന് മുമ്പ് വളരെ ഐസ് ഏജ് ആയിരുന്നു. അതിന് ശേഷമാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റിയ ഒരു പരിസ്ഥിതി ഉണ്ടായത്. കഴിഞ്ഞ 1,00,000 വർഷത്തെ ഈ പിന്നെ കാലാവസ്ഥ മാറ്റം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ചെറിയ വിൻഡോ മാത്രമാണ്, നമുക്ക് ജീവിക്കാൻ സുഖകരമായ ഒരു ചെറിയൊരു വിൻഡോ മാത്രമാണ് ഈ കാലഘട്ടം. ഒരു ഭൂരിഭാഗം സമയം പിന്നെ എർത്തിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോഴുള്ളതിനേക്കാളും അധികമായിരുന്നു. അത് സത്യം. അതിൽ നമുക്ക് നല്ലതോ മോശമെന്നല്ല, പക്ഷെ നമുക്ക് ഗുണകരമായി ഈ പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളത് അത് നമ്മൾ ആലോചിക്കണം. അത് ശാസ്ത്രത്തിൻ്റെ പറഞ്ഞാൽ പിന്നെ അത് ലക്ഷ്യമോ നമ്മൾ ഇപ്പം പ്രപഞ്ചത്തിന് നമ്മൾ മറ്റേ മതത്തിൻ്റെ ഒരു ഭാഷയാണ്. എല്ലാം നമുക്ക് വേണ്ടിയാണ് നടക്കുന്നത്, എല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നടക്കുന്നത്. അല്ല, പ്രപഞ്ചം നടക്കുന്നത് നമ്മളുണ്ടോ ഇല്ലോ എന്ന് പോലും അറിയാതെ തനിയെ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ പ്രാപഞ്ചിക സത്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നന്മയുണ്ടാവും, അത്രമാത്രം. മാം പറഞ്ഞു തുടങ്ങിയത് സയൻസ് വാക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന വാക്ക് ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള സയൻഷ്യ എന്നാണ് ഉത്ഭവിച്ച് വന്നത്. ആൻഡ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നോളജാണ്. അപ്പോൾ എന്ത് നോളജ് എന്ന് വെച്ചാൽ ഇത് നോളജ് ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ത്രൂ എക്സ്പെരിമെൻറ്റേഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് വെച്ച് നമുക്ക് കിട്ടിയ ഇൻഫറൻസ് വെച്ച് നമ്മൾ പഠിക്കുന്നതാണ് സയൻസ്. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ മാം പറഞ്ഞു സയൻസ് എന്ന് പറയുന്നത് നേച്ചറിൽ അല്ലെങ്കിൽ പ്രകൃതിയുമായി നിൽക്കുന്ന ഒന്നാണ് എന്നുള്ള രീതിയിൽ. അത് ശരിക്കും സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. സയൻസ് എന്ന് പറഞ്ഞത് ബ്രോഡാണ്. അതിനെ നമുക്കൊന്ന് ഒരു ബേർഡായി വ്യൂവിലൊന്ന് ക്ലാസിഫൈ ചെയ്താൽ ബയോളജിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്ന് പറയാം. ബയോളജിക്കൽ സയൻസിലാണ് ഈ നമ്മുടെ ലിവിങ് തിങ്സ്, ബോട്ടണി, സുവോളജി അത് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, ഫണ്ടമെൻ്റൽ സയൻസ് എന്ന് പറയുന്നത്. അതിലാണ് മറ്റ് വിഭാഗം വരുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വിഷയങ്ങളും. അപ്പോൾ മാം പറഞ്ഞു ഇതേ കണക്ക് പ്രകൃതിയിലുള്ള ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യർ ഉപയോഗിക്കുന്നു. ശരിയാണ്, ഞാൻ അതിന് യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫിഷിൻ്റെ സ്ട്രീം ലൈൻ ബോഡി അത് വെച്ചിട്ടാണ് എയ്റോപ്ലെയിനിൻ്റെ വിങ്സ് നിർമ്മിച്ചത് എന്നുള്ള രീതിയിൽ ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു, ശരിയാണ്. പക്ഷെ അതിൽ മാത്രം സയൻസ് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതിനോട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പിന്നെ പ്രകൃതി ഇപ്പോൾ സയൻസ് എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ പ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ പോകുന്നു. മനുഷ്യരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിലില്ല, അങ്ങനെയും പറയാൻ പറ്റില്ല സാർ പറഞ്ഞ പോലെ. കാരണം ഇപ്പോൾ നമ്മൾ പ്രകൃതിനോട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുടെ ദൂഷ്യവശങ്ങളാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല പോയിന്റ് വെച്ച് തുടങ്ങിയതിൽ സന്തോഷം. എന്ന് പറയണത് അതെല്ലാമായി അതിൽ ജീവജാലങ്ങൾ മാത്രമല്ല, ഫിസിക്കൽ, കെമിക്കൽ, ജിയോളജിക്കൽ ഏത് ആസ്പെക്റ്റും പ്രകൃതി. അപ്പം നമ്മളിപ്പോഴും അതിനെയും കൂടി അതിലൊരുപാട് സത്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് ഓരോ പ്രോസസ്സ് അല്ലെങ്കിൽ ഓരോ ഫിനോമിന, അത് നമ്മൾ മനുഷ്യരാണ് എന്നിട്ട് അതിനെ പല ഭാഗങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇല്ലേ? ഫിസിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. നമ്മളെപ്പോഴും ഈ ശാസ്ത്രം എന്ന് പറയുന്ന എപ്പോഴും മനുഷ്യർക്ക് വേണ്ടി എന്നുള്ള ആ ഒരു വാദത്തോടെ എനിക്ക് എതിർപ്പുള്ളൂ. എനിക്ക് ഒരു തരത്തിലും അത് യോജിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നമ്മൾ പറയും മനുഷ്യൻ്റെ നന്മ. ശരിയാണ്, എപ്പോഴും മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ശാസ്ത്രത്തെ കൂടുതൽ കണ്ടെത്തുകയും സത്യം അറിയുകയും അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഇന്നത്തെ ടോക്കിൽ നമ്മൾ AI വരെ എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം AI ഇന്ന് ലൈഫ് സയൻസ് ഞാനിപ്പോൾ ഒരു ലൈഫ് സയൻസ് അധ്യാപിക എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ലൈഫ് സയൻസ് 20 മേഖലകളിലാണ് ഇന്ന് ലൈഫ് സയൻസിൽ മാത്രം AI ഉപയോഗിക്കുന്നത്. 20 മേഖല കണ്ടെത്തിയിരിക്കുന്നു.
അതിൽ ജീനോമിക് സയൻസും അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എടുത്താലും പ്രിസിഷൻ മെഡിസിൻ എടുത്താലും എല്ലാം തന്നെ എയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതൊരു ഭാഗം. നമ്മൾ ടെക്നോളജിയും സയൻസും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, ശാസ്ത്രം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ചെറിയ ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കുട്ടിയെ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനുഷ്യനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല എന്നും, നമ്മളിപ്പോഴ് അതിനോടുപരിയായിട്ട് ഈ ശാസ്ത്രം നമ്മളുടെ പ്രകൃതിയെയും കൂടി, പ്രകൃതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാമാണ്, ആ ഒരു തത്വത്തെയും കൂടി ഉൾക്കൊണ്ട് വേണം ആ ഒരു കാര്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് ഏറ്റവും നല്ല ടീച്ചർ നമ്മളുടെ പാരൻസ് ആണെന്നുള്ളതാണ്. അതാണ് ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ, ഈ സയൻറ്റിഫിക് ശാസ്ത്രബോധം നമുക്കൊരു കുട്ടിയിൽ അല്ലെങ്കിൽ ആ ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളിൽ പഠിപ്പിക്കുന്നത് അത് വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിനുശേഷം ആ കുട്ടി ശരിയായ രീതിയിൽ ആ ശാസ്ത്രത്തെ പഠിക്കാൻ അവനെ പ്രാപ്തനാക്കുന്നത് കുഞ്ഞു ക്ലാസ്സുകളിലുള്ള, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അത് ഈ മനുഷ്യർ എന്ന് മാത്രം വെച്ചുകൊണ്ടല്ല. ഇതിപ്പോൾ ആ ഒരു നമ്മളുടെ ഈ ഒരു എല്ലാത്തിനെയും ഉൾക്കൊണ്ട് ഉള്ള ഒരു ബോധത്തോടു കൂടി ആ കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കുകയാണെങ്കിൽ, ആ രീതിയിൽ ആ കുട്ടി ആ ശാസ്ത്രത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ രീതിയിൽ ആ കുട്ടിയെ ചിന്തിപ്പിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സയൻസിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ട്രെയിനിങ് ഫോർ തിങ്കിങ് ആണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കുട്ടി കാണുകയാണ്, ഇതെല്ലാം ചുറ്റുമട്ടും കാണുന്നു, കുറേയൊക്കെ ശാസ്ത്രം കൊണ്ട് മനുഷ്യരുണ്ടാക്കിയിട്ടുണ്ട്, ഇനി എന്തൊക്കെയോ ഉണ്ടാക്കാനുണ്ട്, ഇനിയും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഇനി ഒരുപാട് പ്രോബ്ലംസ് അൺറിസോൾവ്ഡ് ആയിട്ടുണ്ട്. ഇനി ഒരു ശാസ്ത്രം കൊണ്ട് ഒരു കാര്യം നമുക്ക് ഉണ്ടായപ്പോൾ അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ആ ഡിസഡ്വാൻറ്റേജ് എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ളതിൽ വേറൊരു ശാസ്ത്രചിന്ത നമ്മളിലോട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ ആ കുട്ടി നന്നായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. എനിക്കറിയില്ല, ഇന്ന് ഇപ്പം പറഞ്ഞല്ലോ നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നമുക്ക് ചാറ്റ് GPT ഒക്കെ വന്നു കഴിഞ്ഞു. കുട്ടിക്ക് ചിന്തയുണ്ടോ? ചിന്തയുണ്ടാക്കാൻ പറ്റുമോ? ഇന്നലെ എനിക്കറിയില്ല ഇത് പറയണത് ശരിയാണോ എന്നുള്ളത്. ഇന്നലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എല്ലാ ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ആവശ്യമില്ല. കാര്യം അവരുടെ കയ്യിലെല്ലാം ഉണ്ട്, ഇന്ന് എല്ലാ ഗാഡ്ജറ്റ്സും ഉണ്ട്. അവർക്ക് വേണ്ടത് ആ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള 5 മിനിറ്റ്. എല്ലാ ടീച്ചേഴ്സും സയൻസ് ടീച്ചേഴ്സാണ് അവർ പറയുന്നത്. അവർക്ക് ക്ലാസ് അവർക്ക് ഇഷ്ടമല്ല. ഇനി നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ശാസ്ത്രം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്, അവരൊക്കെ നല്ല ടീച്ചേഴ്സാണ്, അവർക്കൊക്കെ ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ക്ലാസ് വേണ്ട, എവറിത്തിങ് വി ഹാവ് ഇൻ അവർ ഫിംഗർ ടിപ്പ്. ആ എക്സാമിനേഷൻ പക്ഷെ 5 മിനിറ്റിന് എഴുതാൻ പറ്റുന്ന ഗുളിക രൂപത്തിലേ നമുക്ക് വേണ്ടെന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ കുട്ടികൾ ഇന്ന് ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ ചോദിച്ചു നോക്കട്ടെ, ഇങ്ങനെയുള്ള കുട്ടികളിൽ ശാസ്ത്രബോധമുള്ള കുട്ടികളാണോ ഇവര്? ശാസ്ത്രബോധം ഉള്ളത് കൊണ്ടാണോ അവർ ഈ ഒരു 5 മിനിറ്റിൽ നമുക്ക് ഈ ഒരു ഗുളിക രൂപത്തിൽ നമുക്ക് മതി എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു ഗുളിക രൂപത്തിൽ നിങ്ങൾക്ക് സയൻസിൻ്റെ ഒരു കാര്യം, അതായത് ശാസ്ത്രത്തിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ശാസ്ത്ര ചിന്ത വരുമോ, അല്ലെങ്കിൽ ശാസ്ത്രാവബോധം ഉണ്ടാവുമോ? ഇത് എൻ്റെ ക്വസ്റ്റ്യൻ അല്ല, ഇത് ടീച്ചേഴ്സിൻ്റെ ലൈഫ് സയൻസ് പഠിപ്പിക്കുന്ന എനിക്ക് ലൈഫ് സയൻസ് ആണ് പറയാൻ കാരണം, ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ ആയതുകൊണ്ട് മാത്രമാണ്. എല്ലാ ടീച്ചേഴ്സിൻ്റെയും കൺസേൺ ആയിരുന്നു അത്. ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഈ ശാസ്ത്രം ശരിയാണ്, ഈ ഒരു ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കുട്ടിക്ക് ഈ ഒരു ചിന്തയുള്ള 1-2 കുട്ടികളുണ്ട്, ഒരു സംശയമില്ല. അവൻ്റെ ചിന്തകളൊക്കെ വളരെ വലുതാണ്. അവരെ പോലുള്ള ആൾക്കാരാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കാണുന്ന ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങളും, ഒരു സംശയമില്ല. ബാക്കിയുള്ള കുട്ടികളൊന്നും ശാസ്ത്രജ്ഞന്മാരാവാനുള്ളതോ ആവാനുള്ളതോ അല്ല, അവരെന്തു ആയിക്കോട്ടെ. പക്ഷെ അവരിൽ വേണ്ടത് സാറ് പറഞ്ഞതുപോലെ ശാസ്ത്രബോധമാണ്. ഈ ഒരു ശാസ്ത്രബോധം നമ്മൾ ശാസ്ത്രത്തെ ശരിയായിട്ട് കാണുവാണെങ്കിൽ, ഈ പറഞ്ഞല്ലോ വന്ന വഴി, ശാസ്ത്രബോധം വന്ന വഴിയും പോയ വഴിയും എന്നൊരു വാക്ക് പറഞ്ഞു. ഈ പോയ വഴി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അന്ധവിശ്വാസത്തിലും കുട്ടി വരില്ല, ഈ സമൂഹം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിയായ ശാസ്ത്രം ബോധത്തോടു കൂടിയാണ് ആ കുട്ടിയുടെ എഡ്യൂക്കേഷനെങ്കിൽ, അവൻ്റെ ചുറ്റുപാടുമുള്ള സമൂഹമെങ്കിൽ, ഒരു കുട്ടിക്ക് ഒരു ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ അവന് ചുറ്റുമുള്ള 10 കുട്ടികളിലും അല്ലെങ്കിൽ 10 ആൾക്കാരിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണത്. അപ്പം ആ ഒരു രീതിയിലുള്ളൊരു പ്രാക്ടീസിങ് ആണ് നമുക്ക് വേണ്ടത്. അതേ രീതിയാണ് നമ്മൾ ശാസ്ത്രം പഠിക്കേണ്ടത്. ഇതിലോട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അതിനു മുമ്പ് ആദ്യത്തെ
തുടങ്ങി എന്താണ് ശാസ്ത്രം എന്നുള്ളതുമായി ബന്ധപ്പെട്ടതിൽ ശരൺ ഒരു കമൻ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം ശാസ്ത്രം ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂമിയുടെ ചരിത്രത്തിലായാലും വളരെ ഒരു ടൈനി സ്പെക്കാണ്. യൂണിവേഴ്സ് എടുത്താലും നമ്മളുടെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടൈനി സ്പെക്കാണ്. പക്ഷേ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ബോധമുള്ള ഒരു ജീവിയായിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇങ്ങനൊരു ചർച്ച തന്നെ നടത്തുന്നത്. അപ്പം നമ്മൾ എക്സിസ്റ്റ് ചെയ്തു, ഭൂമിയിലെ ഏറ്റവും പ്രോമിനൻ്റ് സ്പീഷീസായിട്ട് ഭൂമിയെ നമ്മൾക്ക് വേണ്ടി മാറ്റിയെടുത്ത രീതിയിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മളുടെ ഈ സ്പീഷീസിൻ്റെ സർവൈവലും അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ആർഭാടവും തന്നെയാണ് സയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ സയൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ വരുമോ എന്നൊരു ചോദ്യം വരും. തീർച്ചയായും എൻ്റെ സ്പീഷീസിൻ്റെ ജീൻസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഈ ഭൂമിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഭൂമിക്ക് പ്രത്യേക ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു റിസോഴ്സ് ബാലൻസ് വേണമെന്നുണ്ട് എന്നെനിക്ക് തോന്നുവാണെങ്കിൽ, അതിലെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന സയൻസ് എനിക്ക് വേണ്ടി തന്നെയാണ്. അപ്പം ഞാൻ എക്സിസ്റ്റ് ചെയ്തു, ഞാനൊരു മനുഷ്യൻ എന്ന സ്പീഷീസായിട്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്തു, ഞാൻ ഇവിടം വരെ എത്തി. ഇനി എൻ്റെ സർവൈവലും എൻ്റെ പ്രൊപ്പഗേഷൻ തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് സയൻസ്. ശാസ്ത്രത്തിൽ ആത്യന്തിക നന്മ തിന്മകളില്ല. ഇപ്പോൾ ഒരു സിംഹം ഒരു മാനിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിൽ സിംഹത്തിന് ഭക്ഷണം കിട്ടണോ മാൻ ജീവിക്കണോ എന്നുള്ളത് അത് മോറൽ ക്വസ്റ്റ്യനാണ്. അത് സയൻസിന് ബാധകമല്ല. ഒന്ന് ചാവുമ്പോൾ അടുത്തതിന് വളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നിലനിൽക്കണം, എല്ലാവർക്കും ഗുണം പിടിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ആസ്പിറേഷനേ ഉള്ളൂ. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുന്നു ആസ് ഇറ്റ് ഈസ്. അത് നല്ലതായാലും മോശമായാലും അത് നമുക്ക് വേണ്ടി എങ്ങനെ ഗുണപരമായി ഉപയോഗിക്കാം എന്നുള്ളത് അത് നമ്മൾ ചിന്തിച്ച് അത് ഉപയോഗിക്കേണ്ടതാണ്. 2-3 പോയിന്റ് ഉണ്ട്. അതിൽ ഒന്ന്, സയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു മെത്തേഡ്, അത് നോളജ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നോളജായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തത് ഇൻ്റർപ്രിട്ടേഷനാണ്. ഈ നോളജ് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. മൂന്നാമത് ഇതെങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ ആറ്റം ബോംബ് കണ്ടുപിടിച്ചതും സയൻസാണ്. പക്ഷെ അതെങ്ങനെ ന്യൂക്ലിയർ ഫ്യൂഷനായാലും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഉണ്ട്. എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ നാശീകരണത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ അത് യൂസ് ചെയ്യുന്നുള്ളത് പോയിൻ്റാണ്. അപ്പോൾ നമുക്കിപ്പം ജീവിവർഗം എന്നുള്ളത് മനുഷ്യൻ സെൽഫിഷാണ്. മനുഷ്യൻ്റെ ലൈഫ് നന്നാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രകൃതി, നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി നമുക്ക് യോജിക്കുന്ന രീതിയിൽ വേണമെന്നാണ് പറയുന്നത്. അല്ലാതെ വേറെ ആർക്കോ വേണ്ടിയിട്ടല്ല, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ നല്ലൊരു പ്രകൃതി വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസൊക്കെ ഒരുപാട് റിന്യൂവബിൾ എനർജിയിലേക്ക് മാറുന്നത് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ കൺവെൻഷണൽ സോഴ്സ് യൂസ് ചെയ്താൽ അത് തീർന്നു പോയാലും ഇതുപോലെ ക്ലൈമറ്റ് ചേഞ്ചസ് അതൊരു ട്രൂത്തായിട്ട് നമ്മൾക്ക് മുമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ മനുഷ്യന് ഉതകുന്ന രീതിയിൽ ഈ ഭൂമി ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ സയൻസ് ഉപയോഗിച്ചിട്ട് പ്രകൃതി കുറച്ചുകൂടി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്താ പറയുക, മനുഷ്യന് സെൻട്രിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ സയൻസിനെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആക്കാനാണ് സയൻസ് ഉപയോഗിക്കുന്നത്. സയൻസുള്ള ഉപയോഗിച്ച് മെഷീനുകൾ കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുരഭിലമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ശാസ്ത്രം പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ ശാസ്ത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ശരിയായ ഭക്ഷണം കഴിക്കുന്ന രീതി ഉള്ളവർ മാത്രമേ എവല്യൂഷനിൽ സർവൈവ് ചെയ്യുള്ളൂ. അല്ലാത്തത് സർവൈവ് ചെയ്യില്ല. അത് കാരണം വർഷങ്ങളായി എവല്യൂഷനിൽ വന്നിരുന്ന ശീലങ്ങളെ മാറ്റിയിട്ട് നമ്മൾ ശാസ്ത്രത്തിൻ്റെ മേഖല ഉപയോഗിച്ചിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇന്ന ഭക്ഷണമാണ്, പക്ഷെ ഞാൻ തലമുറകളായിട്ട് ഉപയോഗിച്ചിരുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് അതാണ് കുറച്ചുകൂടെ ശരി എന്നുള്ളൊരു അഭിപ്രായമാണോ സുധാങ് മുന്നോട്ട് വെച്ചത്? ഞാൻ പറഞ്ഞത് ചോദ്യം കൃത്യമല്ലെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ മനുഷ്യന് എനർജി എന്ന് പറഞ്ഞൊരു ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് എനിക്ക് ഡയറക്റ്റ് എനർജി തരുന്ന വേണേൽ ഷുഗർ യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയത്. അതേസമയം മനുഷ്യൻ അത്രയും കാലം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഫ്രൂട്ട്സ് ആണ്. അപ്പം അത് കഴിച്ച മനുഷ്യന്മാർ, എൻ്റെ ചോദ്യം അതല്ല സുധാങ് ഉദ്ദേശിച്ചത്.
പക്ഷെ പ്രവീൺ ഡോക്ടർ ഇതിനോട് എൻ്റെ ചോദ്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അത് ഞാനൊന്ന് ഉത്തരം പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഇവോൾവ് ചെയ്ത എൻവയോൺമെൻറ്റിലല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ ഇവോൾവ് ചെയ്ത എൻവയോൺമെൻറ്റ് ഈ ഒരു എൻവയോൺമെൻ്റ് അല്ല, അത് ആഫ്രിക്കയിലെ സാവന്നയിലാണ്. അപ്പോൾ അതിൽ ഇവോൾവ് ചെയ്ത നമ്മുടെ ഇൻസ്റ്റിങ്സ്, നമ്മുടെ ഏത് ഭക്ഷണം കഴിക്കണം, എത്ര കഴിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ ഇൻസ്റ്റിങ്സ് ആ എൻവയോൺമെൻറ്റിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ഇന്ന് നമ്മൾ ആ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന നമ്മുടെ പൂർവികരുടെ അത്ര ഓടുന്നില്ല, ചാടുന്നില്ല. നമ്മളെ വേറെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എന്ത് കഴിക്കണമെന്ന് നമ്മളെ ഇൻസ്റ്റിങ്ക്റ്റ് പ്രകാരം കഴിക്കുവാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. അത് നമുക്ക് അസുഖം അധികം വരാത്ത തരത്തിലുള്ള നമ്മൾ ഭക്ഷണം എങ്ങനെയായിരിക്കണം എന്നുള്ള അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തി അതുപോലെ കഴിച്ചാലും മാത്രമേ നമുക്ക് അസുഖങ്ങൾ കുറയൂ. മനുഷ്യൻ്റെ പരിണാമത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് കൃഷി. അത് തന്നെ പ്രകൃതി വിരുദ്ധമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഫലവർഗ്ഗങ്ങൾ കഴിക്കാതെ നമ്മൾ പ്രകൃതിക്ക് എതിരെ പോയിട്ട് കൃഷി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് വലിയൊരു വിഭാഗമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പോയിന്റിൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ മെയ്സ്, നമ്മുടെ ആ ഹാർഡ് ഷെല്ലുള്ള മെയ്സ് അതുപോലെ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് മെയ്സ് ഉണ്ടോ? നല്ല മെയ്സ് ഉണ്ടോ? സ്വീറ്റ് കോൺ ഉണ്ടോ? ഇല്ലല്ലോ. സാറ് പറഞ്ഞത് ഹരിത വിപ്ലവമാണെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് നമ്മൾ ആ തീരുമാനം എടുത്തില്ലായിരുന്നു എങ്കിൽ ഇന്ന് നമ്മളൊന്നും സർവൈവ് ചെയ്യണം എന്നില്ല. കാരണം അന്ന് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡില്ല, നമ്മൾ സസ്റ്റൈനബിൾ ആയിരുന്നില്ല നമ്മുടെ അഗ്രികൾച്ചർ. പക്ഷെ ഇന്നതാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത്, ശരിയാണ്, നമ്മൾ സയൻസ് ഉപയോഗിച്ച് ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഡയബറ്റിക് ഫ്രീ ആയിട്ടുള്ള ഷുഗർ സ്റ്റീവിയയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ച് ഷുഗർ കിട്ടണം അല്ലെങ്കിൽ സാധാ ഷുഗർ കഴിക്കണം എന്നുള്ളവർക്ക് അത് അവരുടെ താല്പര്യമാണ്. പക്ഷേ നമ്മൾ സയൻസ് ഉപയോഗിച്ച് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തന്നെ GM ക്രോപ്സ് ഉണ്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ട്. അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ട്, പ്രതികൂലിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത് പരീക്ഷ പാസ്സാവാനും ഡിഗ്രി നേടിയെടുക്കാനുമാണ്. എന്താ വെച്ചാൽ ശാസ്ത്രം പഠിച്ച് പാസ്സായ 1% ആൾക്കാർ പോലും അത് നിത്യജീവിതത്തിൽ പാർത്തുന്നുണ്ടെന്ന് തോന്നില്ല. ഒറ്റൊരു സംശയമാണ്, ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് എത്തീസ്റ്റ് അല്ലാതെ തീസ്റ്റ് ആവാൻ പറ്റുമോ? വേണമെങ്കിൽ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ ആൻസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആൻസർ അല്ല, ഒരു കമൻ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ശാസ്ത്രം പഠിക്കേണ്ടത് എങ്ങനെ, ഹൗ ടു ലേൺ സയൻസ് എന്നാണല്ലോ നമ്മുടെ ടോപ്പിക്ക്. വെറുതെ ഗൂഗിളിൽ പോയിട്ട് ഹൗ ടു ലേൺ സയൻസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ കുറേ ലിങ്കുകൾ, അല്ലെങ്കിൽ യൂട്യൂബ് പോയിട്ട് സെർച്ച് ചെയ്താൽ ആദ്യം കുറച്ച് വരുന്ന ലിങ്കുകൾ എങ്ങനെ നല്ല മാർക്ക് വാങ്ങാമെന്നാണ്. ശാസ്ത്രം എങ്ങനെ പഠിക്കണം എന്ന് എവിടെയും പറയുന്നില്ല. സയൻസ് പഠിച്ച് അല്ലെങ്കിൽ ബയോളജി, സുവോളജി ഇത് പഠിച്ച് എങ്ങനെയാണ് പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ശാസ്ത്രവും ഈ പറയുന്ന കരിക്കുലം രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അത് രണ്ടും ഒന്നിച്ച് പോകേണ്ടതാണെന്നും രണ്ടും ജീവിതത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ടില്ല. രണ്ടും രണ്ട് വിഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ISRO റോക്കറ്റ് വിടുന്നതിന് മുമ്പേ തേങ്ങ ഉടക്കേണ്ട ഗതികേട് കാണുന്നത് നമ്മൾ. ഇപ്പോൾ ബ്ലാക്ക് ഹോള് പ്രൊപ്പോസ് ചെയ്ത ആള് പിന്നെ കാത്തലിക്സ് ആ ചർച്ച് സിസ്റ്റത്തിൻ്റെ ഏറ്റവും മേലെയുള്ള ഒരാളാണ്. പോപ്പിൻ്റെ ഒക്കെ വളരെ അടുത്തുള്ള ആളാണ്. അതുപോലെ ഗ്രിഗർ മെൻഡൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശാസ്ത്ര പരീക്ഷണമാണ് നടത്തിയത്. അയാൾ ക്ലർജിമാനായിരുന്നു, പാതിരിയായിരുന്നു. പിന്നെ ചർച്ചിൻ്റെ തോട്ടത്തിൽ തന്നെയാണ് ഈ പീസിൻ്റെ എക്സ്പെരിമെൻ്റ് നടത്തിയത്. അതൊക്കെ വെച്ചുകൊണ്ട് അത് രണ്ടും, പക്ഷേ ഈ രണ്ടുപേരും തമ്മിൽ മിക്സ് ചെയ്തിരുന്നില്ല. ഈ ശാസ്ത്രം വേറെ, അവരുടെ പേഴ്സണൽ വിശ്വാസങ്ങൾ വേറെ. അപ്പോൾ ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പേഴ്സണൽ വിശ്വാസങ്ങളിലേക്ക് ശാസ്ത്രത്തിൻ്റെ മെത്തേഡ് അപ്ലൈ ചെയ്താൽ തീസ്റ്റായിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ പറഞ്ഞു വെച്ചത് ദൈവവിശ്വാസം ശാസ്ത്രീയ മനോഭാവത്തെ, സയന്റിഫിക് ടെമ്പറിനെ അളക്കാനുള്ള സൂചികയിൽ വരുന്ന ഒന്നല്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത്? ദൈവം എന്നല്ല, ഒരു വിശ്വാസവും ശാസ്ത്രം വിശ്വാസം എന്നുള്ള കാര്യം പറയുന്നില്ല. ചോദ്യമല്ല, നമ്മുടെ വിഷയം ശാസ്ത്രം പഠിക്കേണ്ടത് എങ്ങനെയാണ്. നമ്മളിതിന് വിഷയത്തിലേക്ക് പോയിട്ടാ തന്നെ ഞാൻ കരുതുന്നത്. നമ്മൾ ശാസ്ത്രം എന്താണ് എന്ന് പറഞ്ഞത് തുടങ്ങിയത് അതിൽ തന്നെ ഇപ്പോഴും മുരണ്ട് കളിക്കുകയാണ്. ആ വിഷയത്തേക്ക് നമ്മൾ ഇതിനും പോയിട്ടില്ല. അതുപോലെ തന്നെ സുധാ മേഡം പറഞ്ഞ പല കാര്യങ്ങളും ഒരു മതാത്മകമായി വന്നിടത്ത് തോന്നലുണ്ട്. ശാസ്ത്രം പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്, ശാസ്ത്രം പഠിക്കുകയാണോ ചെയ്യുന്നത്? ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകർ എന്നാണ് മേഡം സൂചിപ്പിച്ചത്.
ശാസ്ത്രം പഠിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. പഠിപ്പിക്കുക എന്ന പദം ശാസ്ത്രത്തിനോളം യോജിക്കും. അതുപോലെ തന്നെ നമ്മൾ ജീവികളിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് അത് മനുഷ്യരിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പരിണാമപരമായിട്ട് മനുഷ്യരുണ്ടാകുന്നതും ജീവികളുണ്ടാകുന്നതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നുള്ള മനുഷ്യരായിരിക്കില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായത്, ഇന്നുള്ള ജീവികളായിരിക്കില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായത്. അപ്പോൾ അത്തരത്തിലൊരു ഇടുങ്ങിയ വാദഗതികൾ അവിടെ നിന്ന് വരുന്നതായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടന്നു പോകണമെന്ന് ഒരു പേഴ്സണൽ അഭ്യർത്ഥിക്കുന്നത് എത്ര പറയുള്ളൂ. അതിൽ ഒരു പോയിന്റ് അഡ്രസ്സ് ചെയ്യാൻ തോന്നുന്നു. ശാസ്ത്രം പഠിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടത് എങ്ങനെ? ഈ ഒരുപക്ഷെ നല്ല ശാസ്ത്രത്തെ ഒരുപാട് അറിവുള്ള ചിലപ്പോൾ ഒരു സയൻറ്റിസ്റ്റിന് നല്ല രീതിയിൽ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം ചിലപ്പോൾ നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്തിയേക്കാം. അതേസമയം സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്ന റോളുണ്ട്. സയൻസ് കമ്മ്യൂണിക്കേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സയൻസ് വളരെ ലളിതമായിട്ട് കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം, കുട്ടികൾക്കല്ല ആർക്കായാലും എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം. ചിലപ്പോൾ സയൻറ്റിസ്റ്റിന് കാര്യങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അതേസമയം നല്ലൊരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാളുടെ അടിയിൽ 5ഓളം അതുപോലെയുള്ള നേരത്തെ പറഞ്ഞ സയൻറ്റിസ്റ്റിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സയൻസ് കമ്മ്യൂണിക്കേറ്റർ ഉണ്ടായിരിക്കണം. അദ്ദേഹം സയൻസിൽ അത്രമേൽ അറിവുള്ള ആളാവണമെന്നില്ല, സയൻസ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായാൽ മാത്രം മതി. ആദ്യത്തെ ചോദ്യം, സയൻസ് എങ്ങനെ പഠിക്കുക എന്നുള്ളത് എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം എക്സ്പോഷറാണെന്ന് തോന്നുന്നു. എക്സ്പോഷർ, അധ്യാപകരോട് കൂടെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുട്ടി ഈ സയൻസ് ആക്ച്വലി ഡിറൈവ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ ചുറ്റുപാട് തന്നെയാണ്, ഒരു സംശയമില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ആ ഒരു തത്വം ശരിക്കും നമ്മൾ പഠിക്കുന്നത് ഓരോ മെറ്റീരിയലിൻ്റെ ഓരോ പ്രോപ്പർട്ടിയാണ്. ഇപ്പം ലൈറ്റ് ഫോർ എക്സാമ്പിൾ, ഫിസിക്സിൽ വരുന്നതാണ് ലൈറ്റ്. ഈ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മളൊരു കുഞ്ഞ് പഠിക്കുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടി പഠിക്കണമെങ്കിൽ ആ കുട്ടി ആ ഒരു ചുറ്റുപാടിൽ ആ കുട്ടി എക്സ്പോസ് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ, ശരിക്കും ആ ലൈറ്റിനെ പറ്റി ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവുള്ളൂ. എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ്, റിഫ്രാക്ഷൻ. നമ്മൾ ഈ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് ആ കുട്ടി ആ പ്രോപ്പർട്ടി കൃത്യമായിട്ട് ആ കുട്ടി കാണുമ്പോഴേ കുട്ടിയിൽ ശരിയായ രീതിയിൽ അത് ആ ഒരു ലൈറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു പ്രത്യേക രീതി ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഇന്ന പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് ഒരിക്കലും ആ കുട്ടിക്ക് അത് മനസ്സിലാവില്ല, കൃത്യമായിട്ട് മനസ്സിലാവില്ല. തിയററ്റിക്കലി പരീക്ഷ എഴുതാൻ ചിലപ്പോൾ അത് സഹായിക്കുമായിരിക്കും, പക്ഷെ ഒരിക്കലും അപ്പോൾ ആ കുട്ടി എപ്പോഴും നല്ല രീതിയിൽ ആ കുട്ടിയെ എക്സ്പോഷർ കൊടുക്കണം. അതിന് നമ്മൾ ഇപ്പോഴും പറയുന്ന ഇതെന്ന് വെച്ചാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നാണ്. ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എക്സ്പെരിമെൻ്റ് ഈസ് ദർ. എക്സ്പെരിമെൻ്റ് കൂടാതെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ മാത്രമേ ഇന്ന് ഏറ്റവും ബലവത്തായ രീതിയിൽ ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ശാസ്ത്രം പഠിക്കാൻ പറ്റുള്ളൂ. മുമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം മുമ്പ് സ്കൂൾ തലത്തിൽ തന്നെ പഠനയാത്ര എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇന്ന് പക്ഷെ അത് ടൂറായി. ഇന്ന് പഠനയാത്രയല്ല, ഇന്ന് ടൂറാണ്. മുമ്പ് പഠനയാത്ര വെച്ചിരുന്നത് ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് കുട്ടി ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ്, ലേൺ ഫ്രം ദ നേച്ചർ, ലേൺ ആൻഡ് തിങ്ക് ഓഫ് ഇറ്റ്. എന്നിട്ട് അതിനെപ്പറ്റി കുട്ടി ചിന്തിച്ചു തുടങ്ങട്ടെ. അങ്ങനെയാണല്ലോ CV രാമനൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം ഈ ഒരു വെളിച്ചം കളർ കണ്ടിട്ട് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. പിന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അതിനെപ്പറ്റി എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നത്. ഒരു കുഞ്ഞും അവരുടെ ചിന്തകളിൽ നിന്നും അവരുടെ ചോദ്യങ്ങളിൽ നിന്നും ചിന്തിക്കുമ്പോൾ നാച്ചുറലി എന്ത് ചെയ്യുന്ന വെച്ചാൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ ചോദ്യം നമ്മളുടെ ടീച്ചേഴ്സുമായിട്ട് ആ കുട്ടി പങ്കുവെക്കുമ്പോൾ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും അതിനുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കും. നമ്മളുടെ ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടതാണ്. അത് ചിലപ്പോൾ പാഠപുസ്തകത്തിൽ ഉണ്ടാവാം, അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവാം, എന്തും ആയിക്കോട്ടെ. അപ്പം ആ ചോദ്യങ്ങൾ ചോദിക്കാനും ചിന്തിക്കാനും അതുപോലെ തന്നെ അതിനുള്ള ഒരു സംവിധാനം ഒരു കുട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി ശരിയായ രീതിയിൽ ശാസ്ത്രം പഠിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് പ്രായം മുതലായിരിക്കും നമ്മളോ അല്ലെ നമ്മളുടെ കുഞ്ഞുങ്ങളോ ശാസ്ത്രം പഠിച്ചു തുടങ്ങേണ്ടത്? ഏത് പ്രായം വരെ പഠിക്കണം?
ഈ ചിന്ത കൂടെ മനസ്സിൽ വെച്ചോളൂ. നമ്മൾ മനുഷ്യരുടെ ഒരു കഴിവാണ് ഇൻറ്റ്യൂട്ടീവ് നോളജ് എന്ന് പറയുന്നത്. അതായത് ഇൻഡ്യൂഷൻസിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്ന ഇൻറ്റ്യൂട്ടീവ് ബയോളജിക്കൽ നോളജ് ഉണ്ട്, ഇൻറ്റ്യൂട്ടീവ് ഫിസിക്കൽ നോളജ് ഉണ്ട്. ഇപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ കണ്ടാൽ കുഞ്ഞുനാളിൽ നമുക്കറിയാം അതിന് ജീവനുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അത് കണക്കിപ്പോൾ ഫിസിക്സിനാണെങ്കിലും ഒരു ഇൻറ്റ്യൂട്ടീവ് നോളജ് മനുഷ്യർക്കുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഇത്ര കാലം കൊണ്ട് ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കി, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു പ്രായം എന്നുള്ളതിൽ കാര്യമില്ല. കാരണം സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിന് താഴെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ 6ാം ക്ലാസ് മുതലാണ് ഫിസിക്സ് ആവുന്നത്, ബയോളജി ആവുന്നത്, കെമിസ്ട്രി ആവുന്നത്. പക്ഷെ നമ്മൾ കുട്ടിക്കാലം മുതലേ കാണുന്നതും സയൻസിലുണ്ട്. അത് എനിക്ക് എത്ര പ്രായം വരെ പഠിക്കണം എന്നുള്ളതിലും അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സയൻസ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ അത് നേരിടുന്നുണ്ട്. ശരിയായൊരു സയൻസ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആദ്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് സയൻസ് എഡ്യൂക്കേഷൻ ഇന്ന് കുട്ടികളിൽ വളർത്തിയെടുക്കുന്നത് ഒരു ശാസ്ത്രബോധത്തിനുപരി ഒരു കോമ്പറ്റിറ്റീവ്നെസ് ആണ്. അതായത് പരീക്ഷകൾ വരുന്നു, അത് പാസ്സാവുന്നു, എനിക്ക് അവനേക്കാൾ മാർക്ക് കൂടുതൽ വേണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് സയൻസ് എഡ്യൂക്കേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നീറ്റ് പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ JEE പരീക്ഷ ആയിക്കോട്ടെ, അവിടേക്ക് ഒരു കോമ്പറ്റിറ്റീവ് മൈൻഡാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ ഐക്യമുള്ളവനാവണമെന്നില്ല. പലർക്കും ഒരുപാട് സമയം വ്യത്യാസം. ഇപ്പോൾ ഒരാൾക്ക് 30 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് 1 സെക്കൻഡിലോ 2 സെക്കൻഡിലോ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വേർതിരിവാണ് ഉണ്ടാകുന്നത്. പല കുട്ടികൾക്കും എനിക്കതിന് പറ്റില്ല, എനിക്ക് സയൻസ് വിഷയം എനിക്ക് പറ്റിയതല്ല. അതിൻ്റെ കൂടെ ടീച്ചേഴ്സും ഈ ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയുന്ന പോലെ, ശരിയാ നീ അത് എടുക്കല്ലേ, 10 കഴിഞ്ഞാൽ നീ സയൻസ് എടുക്കല്ലേ, നിനക്ക് പറ്റില്ല എന്ന് പറയുന്ന അവസരങ്ങളും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ഫോബിയ ടുവേർഡ്സ് സയൻസ് ആണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. അതായത് സയൻസ് എനിക്ക് പറ്റിയതല്ല, ഞാൻ വല്ല ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ എടുത്തോളാം. അവന് താല്പര്യം ഉണ്ടായിട്ടായിരിക്കില്ല, പക്ഷേ അവന് സയൻസിനെ പേടിയാണ്. സോ ആ ഒരു രീതി ആദ്യം തന്നെ മാറേണ്ടിയിരിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു കുട്ടികളിൽ നിന്നും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചില പോരായ്മകളുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചിരിക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പം സാഹിത്യം, കുറേ സാഹിത്യകാരന്മാരുടെ പേര്, അവർ ജനിച്ച സ്ഥലം, അല്ലെങ്കിൽ കുറേ പദ്യങ്ങൾ കാണാതെ പഠിക്കുക, കുറേ സംസ്കൃതം പഠിക്കുക, അതിൻ്റെ മത്സരമൊക്കെ ഉണ്ട്, അക്ഷരശ്ലോക മത്സരം, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കിതൊന്നും ആവുകയില്ല. ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 1 ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് എനിക്കറിയില്ല. ഹിസ് മൈൻഡ് ഈസ് നോട്ട് ഫോർ ഡൂയിങ് ദോസ് തിങ്സ്. അത് യു ക്യാൻ ഈസിലി റെഫർ. ഇന്നിപ്പോൾ ഗൂഗിൾ നോക്കാം. അപ്പം പിന്നെ ഇപ്പം മെഡിസിനിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ജോണ്ടിസിന് കാരണം പറയാം, ഒരു 15 രോഗങ്ങളെ പേര് പറഞ്ഞാൽ മാർക്ക് കിട്ടി. പക്ഷേ ഇതേ കാര്യം നിങ്ങൾ UK ഒരു എക്സാമിൽ, മെഡിസിൻ്റെ എക്സാമിൽ എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അത് നിങ്ങൾ കോമൺ ആയിട്ടുള്ള ഒരു ജോണ്ടിസ് ആയിട്ടൊരു പേഷ്യൻ്റ് വരുമ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും മോസ്റ്റ് കോമൺ, അത് എഴുതണം. അങ്ങനെ ഒരു 3 മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 3 എഴുതിയാൽ മതി. അല്ലെങ്കിൽ അവർ മിക്കവാറും ഇങ്ങനെ ജോണ്ടിസിന് 10 കാരണങ്ങൾ എഴുതുക, ചിലിയിൽ ഉള്ള 5 മൗണ്ടൻ്റെ പേര് എഴുതുക, അങ്ങനെയല്ല അവർ ചോദിക്കുക. അവർ ഒരു സിനാറിയോ തരും. ഒരു പേഷ്യൻ്റ് ഇങ്ങനെ വയറുവേദനയും ഇതൊക്കെ ആയിട്ട് വന്നു, ഹൗ വിൽ യു പ്രൊസീഡ്? അപ്പം അങ്ങനെ ചോദിക്കുക. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചോദിക്കും, ആദ്യം എന്ത് ചെയ്യും, അതൊക്കെയാണ് അവർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ തോട്ട് പ്രോസസ്സാണ് അവരവിടെ വിലയിരുത്തുന്നത്. നമ്മളങ്ങനെയല്ല. നിങ്ങൾക്കുള്ള ബുക്കിഷ് നോളജാണ് നമ്മൾ മെഡിസിനിൽ തുടങ്ങുന്നതല്ല, സയൻസിൽ തുടങ്ങുന്നതല്ല, ഈവൻ അതിന് മുമ്പേ തന്നെ തുടങ്ങുന്നതാണ്. പ്രൈമറി ക്ലാസ്സിലെ എൻട്രൻസ് മുതൽ നിങ്ങളെ ബുക്കിഷ് എന്താ പറയുക, പോയിന്റ്സുകൾ ബൈഹാർട്ടാക്കാനുള്ള നിങ്ങളെ കഴിവുകളാണ് നമ്മൾ വിലയിരുത്തുന്നത്. നമ്മുടെ ഇന്ത്യൻസ് US പോയാലും US സ്പെല്ലിംഗ് ബിയിൽ ജയിക്കുന്നതൊക്കെ ഇന്ത്യൻസാണ്. കുറേ വേർഡ്സിൻ്റെ സ്പെല്ലിങ് പഠിക്കലാണ്. അതിൽ മനുഷ്യർക്ക് ഒരു കാര്യമില്ല അതിലാണ് ഇന്ത്യൻസ് എക്സൽ ചെയ്യുന്നത് US. അപ്പോൾ ശാസ്ത്രീയ ബോധം നമുക്ക് എല്ലാ തലത്തിലും ഇവിടുന്ന് പുറത്തു പോയാലും നമുക്ക് വരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പതിവായി കണ്ടുവരുന്ന ട്രോളാണ് ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, അല്ലെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇതൊക്കെ എന്തിനാണ് പഠിച്ചതെന്ന് എനിക്ക് ജീവിതത്തിൽ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ട്രോളുകൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അത് കുട്ടികളിൽ വ്യാപകമായിട്ട് അത് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ ഇൻ്റഗ്രേഷനും സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നൊരു മനുഷ്യ എന്ന നിലയിൽ ഓരോ ചെറിയ സാധനങ്ങളും ഡിസൈൻ ചെയ്യുന്നത് ഇതൊക്കെ വെച്ച് തന്നെയാണ്.
ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്ന ഓരോ വാഹനങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ കാണുന്ന ഫ്ലൈ ഓവർ, റോഡ് സൈഡിൽ കാണുന്ന ഫ്ലൈ ഓവറുകൾ ആ ഡിസൈൻ ചെയ്ത് എത്ര ദൂരത്താണ് അതിൻ്റെ പില്ലർ വെക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര വിഡ്ത്തിലാണ് പില്ലർ വെക്കേണ്ടത്, ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി. ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ സയൻസ് പഠിപ്പിക്കുമ്പോൾ സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ ബൈഹാർട്ട് പഠിക്കാനേ പഠിക്കുന്നത്. ഇത് എന്തിനാണ് പഠിക്കേണ്ടതെന്നുള്ള രീതിയിൽ ഇതെന്താണ്, ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ്, ഇതിൻ്റെ ഭൗതികപരമായിട്ട് ഇതെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടീച്ചർമാരും കുട്ടികളും പരാജയപ്പെടുന്നുണ്ട് വളരെ വലിയ രീതിയിൽ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കോണളവിൽ നോക്കിയാൽ എത്ര ദൂരത്താണ് ഇത് എന്നുള്ള അതിൻ്റെ ബേസിൽ എത്ര ഹൈറ്റ് കണ്ടുപിടിക്കാമെന്നല്ലേ. പക്ഷേ എൻ്റെ ഒരു കസിനോട് ഞാനിത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അതാ ചിത്രം വരച്ചാൽ തന്നെ ആ പകുതി മാർക്ക് കിട്ടും, അത് ഫുൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ മാർക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് പഠിക്കുന്നത്, അല്ലാതെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നില്ല തീരെ. അത് ഈ ചാക്കോ മാഷ് പഠിപ്പിക്കുന്ന പോലെ പിന്നെ A+B²A² നമ്മുടെ കണക്ക് പഠിക്കൽ സമവാക്യങ്ങൾ പഠിക്കലാണ്. അതേസമയം പിന്നെ സൈൻ തീറ്റയും കോസ് തീറ്റയും മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് പിന്നെ പിരമിഡിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചത് സിമിലാരിറ്റീസ് ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ നിലത്ത് അതേപോലെ ഒരു ആ നിഴൽ വീഴുന്ന ലെങ്ത്തിൽ ഒരു ചെറിയൊരു കോല് വെച്ച് അതിൻ്റെ ലെങ്ത്തും മറ്റേ ലെങ്ത്തും കമ്പയർ ചെയ്താൽ ജസ്റ്റ് നമുക്കവിടെ സൈൻ തീറ്റയും കോസ് തീറ്റയും അറിയില്ല, പക്ഷേ നമുക്കതിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പം അത്തരം ഉദാഹരണങ്ങളിലൂടെയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാണ്ട് അതിൻ്റെ പ്രയോഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പോയിന്റ്സും സമവാക്യങ്ങളുമാണ്, അതിലൊരു കാര്യമില്ല. നമ്മളെ എഡ്യൂക്കേഷൻ റൂളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്കൂളുകൾ എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ ആദ്യം തന്നെ സ്കൂളിൽ നിന്ന് അതിരാവിലെ തന്നെ ആദ്യം ചെയ്യുന്നത് പ്രാർത്ഥിക്കാൻ പറയലാണ് കുട്ടികളോട്. ആ സാഹചര്യത്തിൽ എങ്ങനെ ആ കുട്ടികളെ സയൻസ് പഠിപ്പിച്ചു തുടങ്ങും? ഈ സയൻസ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല, റിലീജിയൻസ് ഇല്ലാണ്ട് ജീവിക്കാൻ കൂടെ പറ്റും. അപ്പം അതും കൂടെ ഇപ്പം കൂട്ടിച്ചേർക്കണം. റിലീജിയൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങളങ്ങ് പറയുകയല്ലേ? ഇവിടെ ആരെങ്കിലും തെളിയിച്ചു വെച്ചിട്ടുണ്ടോ? ഒരു വലിയ സമൂഹം റിലീജിയൻ ഇല്ലാതെ വർഷങ്ങളോളം ജീവിച്ച് സർവൈവ് ചെയ്ത് നല്ല നിലയിലായി എന്ന് ആരെങ്കിലും തെളിയിച്ചു വെച്ചിട്ടുണ്ടോ? റിലീജിയൻ ഇല്ലാതെ ജീവിച്ചു എന്ന് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പോലെ അങ്ങ് ഫാക്റ്റ് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുമല്ലേ? അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തോ നിങ്ങൾ? ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ വഴി നിങ്ങൾ പ്രൂവ് ചെയ്തായിരുന്നോ റിലീജിയൻ വേണ്ട എന്ന്? കുറെ ജനറേഷൻസ് ഉള്ള കുറെ മനുഷ്യരെ എടുത്തിട്ട് ഒരു RCT വഴി നിങ്ങൾ പ്രൂവ് ചെയ്തോ റിലീജിയൻ വേണ്ട എന്ന്? മൈനർ എക്സാമ്പിൾസ്. ഒരു വേൾഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറയുന്നത്, ഒരു വില്ലേജ് എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതൊക്കെ ഒരു കോംപ്ലക്സ് ഓർഗാനിസമാണ്. അല്ലാതെ ഒരു കുടുംബത്തിന്റെ എക്സാമ്പിളോ ഒരാളുടെ എക്സാമ്പിളോ ഒന്നും അതിന്റെ ഫസ്റ്റ് ഓർഡർ എഫക്റ്റ്, സെക്കൻഡ് ഓർഡർ എഫക്റ്റ്, അതിന്റെ ഫ്യൂച്ചർ, അതിന്റെ കുറെ ജനറേഷൻസ് കഴിഞ്ഞുള്ള എഫക്റ്റ്, ഇതൊന്നും തീരുമാനിക്കപ്പെടുന്നില്ല ഒരാൾ ഇങ്ങനെ ജീവിച്ചു എന്ന ഒരു എക്സാമ്പിൾ ഒന്നും. റിലീജിയസ് അല്ലാത്ത സമൂഹം എവിടെയെങ്കിലും ഇല്ലാത്തതായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചു. എപ്പോഴാണ് ഈ റിലീജിയനൊക്കെ വന്നത്? മാത്രവുമല്ല, ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ഒരു നിരീശ്വരവാദിയാണ്. അത് മനുഷ്യക്കുഞ്ഞെന്നല്ല, കാക്കക്കുഞ്ഞായാലും പൂച്ചക്കുഞ്ഞായാലും പട്ടിക്കുഞ്ഞായാലും ഒരു നിരീശ്വരവാദി തന്നെയാണ്. ഈ കുഞ്ഞിനെ നോക്കൂ, ഈ കുട്ടി ഒരു നിരീശ്വരവാദിയാണ്. അവരുടെ പേരൻസ് ആരും ആകട്ടെ, വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ മതബോധം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. മതബോധമുള്ള വിദ്യാർത്ഥി സമൂഹമുണ്ടെങ്കിൽ അവിടെ കുറ്റവാളികളായ ടീച്ചേഴ്സ് ഉണ്ടെന്ന് ഉറപ്പിക്കാം. അവരവരുടെ ഡ്യൂട്ടി ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളിൽ മതബോധവും ഈശ്വരബോധവും ഒക്കെ വരുന്നത്. താങ്ക് യു. നമ്മളിപ്പോൾ ഒരു വളരെ പഴയ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി എടുത്താൽ പോലും അവർ പ്രകൃതിയിലെ പല ബിംബങ്ങളെ ആരാധിച്ചിരുന്നു. അവർ പ്രകൃതിയെ ആരാധിക്കുന്നുണ്ട്. പ്രകൃതി ഒരു തരത്തിൽ അവരുടെ ലൈഫിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കരുതി അവർ പ്രകൃതിയെ ആരാധിച്ചിരുന്നു. ഈ ആരാധന ഉണ്ടാവുക എന്ന് പറയുന്നത്, മതം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇതിൻ്റെ പല ഫോംസും പല രീതിയിലും പല കാലങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം നേരെ അങ്ങ് പോകും എന്നൊക്കെ കരുതുന്ന ഒരു മിഥ്യാധാരണയാണ്. അതാ ചോദിച്ചത്. നിങ്ങൾ കുറേ ആൾക്കാരെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുറേ വർഷങ്ങളോളം മതമില്ലാതെ അവരെ ജീവിപ്പിച്ച് മരിപ്പിച്ച് അല്ലെങ്കിൽ കുറേ ജനറേഷൻസ് വളർത്തി നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്കിയാൽ കുറച്ച് കാലം കഴിയുമ്പോൾ കാണാം അവരുടെ ഇടയിൽ പുതിയൊരു സാധനം രൂപപ്പെട്ടു വരുന്നത്. ഇതൊക്കെ ഒരു കോംപ്ലക്സ് ഓർഗാനിസമായിട്ട് ഒരു ഭൂമി ഉണ്ടായി ഇങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടായി വരുന്ന കുറേ കാര്യങ്ങളാണ്. അല്ലാതെ ഇതിനെയൊക്കെ റാഷണലായിട്ടൊന്നും ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ
കീറി മുറിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ്, പ്രവീൺ ഒരു പോയിന്റ് ആഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഈ പറഞ്ഞത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലൊന്നുമില്ല, ഒരു ആശയങ്ങളും ഇല്ല, പിന്നീട് സമൂഹം കുത്തിവെക്കുന്നതാണ് ഒക്കെ എന്നൊക്കെ ഉള്ളത്. അതൊരു അതിൻ്റെ വലിയ ഡിസ്കഷൻ ആവശ്യമുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു കാലം വരെ മനുഷ്യർ ഒന്നുമില്ലാതെ ജീവിച്ചു, പിന്നെ ഒരു ഐഡിയ ഇല്ല, പിന്നെ പെട്ടെന്ന് കുറച്ചാൾ കൂട്ടമായിട്ടിരുന്ന് പിന്നെ തീരുമാനിച്ചു നമ്മൾ ആളുകളെ കൺട്രോൾ ചെയ്യാൻ മതങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാം, അതൊക്കെ ആളുകളെ പഠിപ്പിച്ചു, ആളുകൾക്ക് അങ്ങനെയല്ല. നമുക്ക് പിന്നെ നമ്മുടെ ഇവല്യൂഷണറി വന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് പിന്നെ പലതും ബിലീവ് ചെയ്യാനും മറ്റുള്ളവരെ ഫോളോ ചെയ്യാനും. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, നമുക്ക് ആ സാഹചര്യത്തിൽ അത് ഉപകാരപ്രദമായി, അതുകൊണ്ട് അത് സർവൈവ് ചെയ്തു. നമ്മുടെ മനസ്സിന് അങ്ങനെ ആശയങ്ങളോട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു പ്രവണത ഉള്ളത് കൊണ്ട് പിന്നെ മതങ്ങൾ എന്നുള്ള ഒരു ഇത് പിന്നെ ഹ്യൂമൻസിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ എത്ര കാലം പുറകെ പോയാലും നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സമൂഹത്തിലും പിന്നെ മതചിന്തകളുണ്ട്, അത് ചൂഷണം ചെയ്യുന്നവരുണ്ട്, അതുമൂലം നശിക്കുന്നവരുണ്ട്. അത് സയൻസ് എന്നുള്ളത് നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിന് എതിരെ, അതുകൊണ്ടാണ് നമ്മൾ സയൻസ് പഠിപ്പിക്കേണ്ടി വരുന്നത്. നമ്മൾ നാച്ചുറലി നമുക്ക് സയൻസ് പിറന്നുകൊണ്ട് നിങ്ങളെ കുട്ടിക്ക് നാച്ചുറലി സയൻസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെമിനാറിൻ്റെ ആവശ്യമില്ല. അവർ ലോകം കണ്ട് മനസ്സിലാക്കും എന്താണ് എങ്ങനെയാണൊക്കെ. ആവില്ല. നമ്മളെ ഇൻസ്റ്റിങ്ക്റ്റിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്, ഒരു എഡ്യൂക്കേഷനാണ് സയൻസ്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യേണ്ടി വരുന്നത്, ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്നത്. അതുപോലെ നമ്മൾ എല്ലാവരും പിന്നെ നിരീശ്വരന്മാരാവുമോ? അത് സാധ്യമാണോ? എല്ലാവർക്കും അവരുടെ ഇൻസ്റ്റിങ്ക്റ്റിനെതിരെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് നമുക്കിന്ന് ചർച്ച ചെയ്യാം. പക്ഷേ സയൻസിൽ ഏതും പ്രൂഫ് വേണം. നമ്മളൊരു സമൂഹത്തിൽ അത് ചെയ്ത് കാണിക്കണം. എത്ര നിരീശ്വരവാദപരമായ ഒരു സമൂഹം ഉണ്ടെങ്കിലും അവർക്കൊരു കുറച്ച് കഴിഞ്ഞാൽ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ ചൂഷണം ചെയ്യും. വേറെ ആൾക്കാർ, ഇവർക്കൊരു വിശ്വാസം ഇല്ലല്ലോ, വന്ന് എങ്ങനെ ചൂഷണം ചെയ്യപ്പെടാം. ദീർഘകാലം അങ്ങനെ ഒരു സമൂഹം നിലനിൽക്കുമെന്നും അത് ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അത് പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്താലേ അതൊരു സയൻസ് ആവും. അതുവരെ നമ്മളെ ആശയം മാത്രമാണ്, നമ്മുടെ വിഷ് മാത്രമാണ്. ഞാൻ ദൈവവിശ്വാസി ആവാത്തതിൻ്റെ ഒരു കാരണം, ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുമ്പോൾ ഈ ദൈവം മതിയാവില്ല. ഈ ദൈവത്തിന് ഇത്ര ശക്തി പോരാ. അത്ര വലിയ ശക്തിയുള്ള ദൈവത്തിനെ ഒരു ബുക്കിനും കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന് വലിപ്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിന് വലിപ്പം നമുക്കറിയില്ല, അത് മനസ്സിലാക്കി കഴിഞ്ഞ് ഇന്നത്തെ ദൈവം മതിയാവില്ല. അതൊരു ദൈവം ഡിസ്ക്വാളിഫൈഡ് ആണ് ഈ പറഞ്ഞു. പിന്നെ രണ്ടാമത്തേത്, നമുക്ക് ഈ പ്രപഞ്ചത്തെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മൾ മതവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞത്. പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം എങ്ങനെ ഉണ്ടാക്കി നമുക്കറിയില്ല, പ്രപഞ്ചത്തിനെ പറ്റി നമുക്കറിയില്ല. പക്ഷെ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെ മനുഷ്യത്തെ കൃത്യമായിട്ട് പറയുന്നത്, അത് ദൈവത്തിന് മേലെ ആരോപിക്കുകയല്ലേ. ഒരു കുറ്റവാളിൻ്റെ അടുത്ത് ഒരു കുറ്റം ആരോപിക്കാൻ പാടില്ല. നമ്മൾ തെളിവിൻ്റെ മേലെ ഒരു കുറ്റം ആരോപിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരോപിക്കുന്നത് ദൈവം വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതൊരൊന്ന് എല്ലാവരോടും ഒന്നായി ചോദിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞിപ്പോൾ സയൻസ് എങ്ങനെ പഠിക്കും, ഞാനിവിടെ വന്നത് സയൻസ് എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കാനാണ്. ഇത് ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യില്ല. നമ്മുടെ ബുക്സ് തന്നെയുള്ളത് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞതും ബോയിലും വാട്ടർ 100 ഡിഗ്രി ടെമ്പറേച്ചർ വന്ന ഒരേ മീനിങ് ആണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മളെ CBSE സിലബസ് ഇപ്പോൾ ഓപ്പണായിട്ട് വരാൻ പോകുന്നുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഓപ്പണായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യനും മാറ്റമായിരിക്കുമല്ലോ. അപ്പോൾ അത് കുട്ടികൾക്ക് സയൻസ് അനലിറ്റിക് പവർ കൂടുമെന്നുള്ളത്, അനലിറ്റിക് പവറിലെ കൂടി ആൻസർ ചെയ്യാൻ പറ്റുമോ ബുക്ക് വെച്ചിട്ട് എക്സാം CBSE എഴുതാൻ തുടങ്ങിയാൽ? ഈ ഓപ്പൺ ബുക്ക് എക്സാമുകൾ പറയുന്നത് പല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓൾറെഡി ഉള്ളൊരു കൺസെപ്റ്റാണ്. അവിടെ ഈ പറയുന്ന കൺസെപ്റ്റുകൾ മനസ്സിലാക്കാത്ത കുട്ടികൾ പിറകിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 10 വരെ ഒരുപാട് അക്കാദമിക്കലി നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ +2 സയൻസ് എത്തുമ്പോഴൊക്കെ മാർക്ക് കുറയാനുള്ള ഒരു പ്രധാന കാരണം അവർക്ക് ഈ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നതിൽ ഇതിൻ്റെ കുറവ് കൊണ്ടാണ്. കൂടുതലും മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യകത കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പോകുന്നതിനനുസരിച്ച് മാർക്ക് കുറയാനുള്ള കാരണം. ചെറിയൊരു കഥ കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
നമ്മൾ ടൈറ്റാനിക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ടൈറ്റാനിക് ഐസ് കട്ടയിൽ തട്ടിയിട്ട് പൊട്ടിയ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ടൈറ്റാനിക് എങ്ങനെയാണ് തകർന്നത്? ഐസ് കട്ടയിൽ തട്ടി തകർന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും വലിയ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടൈറ്റാനിക് ഒരു ഐസ് കട്ടയിൽ തകർന്നാൽ ഐസ് കട്ടയല്ലേ തകരേണ്ടത്? എന്തുകൊണ്ടാണ് അന്ന് ടൈറ്റാനിക് തകർന്നത്? ആരെങ്കിലും ആൻസർ പറയാനുണ്ടോ? ഓഡിയൻസ് എന്നുള്ളൊരു അറ്റംപ്റ്റ് രസകരമായിരിക്കും. അല്ല, നമ്മൾ ഈ അങ്ങനെ ഐസ് കട്ടയിൽ ഇടിച്ചിട്ട് ടൈറ്റാനിക് തകരുകയാണെങ്കിൽ നമ്മൾ ഈ മീൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് വലിയ ഐസ് കട്ടകൾ പലപ്പോഴും അയൺ റോഡ് കൊണ്ടും വലിയ ഷവൽ കൊണ്ടൊക്കെയാണ് അടിച്ചു പൊട്ടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐസ് കട്ടയല്ലല്ലോ, ഷവലല്ലേ, കൈക്കോട്ടല്ലേ തകരേണ്ടത്? അതിന്റെ പ്രൊഡക്ഷൻ സയന്റിഫിക് അല്ലാത്തതുകൊണ്ടായിരിക്കും. അതിൻ്റെ പ്രൊഡക്ഷൻ അപ്പം നമ്മൾ അതിൻ്റെ പിറകിലുള്ള ആൻസർ കണ്ടെത്തണം അല്ലേ? സയൻറ്റിഫിക്കലായിട്ട് ചിന്തിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ സിമ്പിളായിട്ട് ഒരു വലിയ ഐസ് കട്ടയായിരുന്നു അതുകൊണ്ട് സ്റ്റീൽ റോഡ് ടൈറ്റാനിക് കപ്പൽ കടിച്ചുകൊണ്ട് തകർന്നു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ പിറകിലുള്ള റാഷണലായിട്ട് അതിലെ പിറകിലുള്ള ഓരോ റീസണുകളും അന്വേഷിക്കണം. ടൈറ്റാനിക് തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു. രണ്ട്, ടൈറ്റാനിക്കിൽ അന്ന് ഉപയോഗിച്ച സ്റ്റീലിലെ മെറ്റീരിയലിൻ്റെ സൾഫർ കണ്ടൻറ്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ ബ്രിറ്റിലിറ്റി എന്നറിയല്ലോ, ഡക്റ്റിലിറ്റി അടിച്ച് പരത്താനുള്ള കഴിവ്. അതുപോലെ ബ്രിറ്റിൽനെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ക്രാക്കായിട്ട് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ സൾഫർ കണ്ടൻറ്റ് കൂടുതലായിട്ട് തന്നെ അന്ന് ടൈറ്റാനിക്കിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ബ്രിട്ടിലായിരുന്നു. അതൊരു ഡിസൈൻ ഫോൾട്ടാണ്. അതുകൊണ്ടാണ് അന്ന് ടൈറ്റാനിക് തകർന്നത്. ഇത് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ അവർ മനസ്സിലാക്കി അതിനുശേഷമുള്ള ഉണ്ടാക്കിയ കപ്പലുകൾ ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഓടിക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഈ മെറ്റീരിയൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ റാഷണലായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. നമ്മൾ ഇതിൻ്റെ പിറകിൽ പോയിരിക്കണം. എന്തുകൊണ്ടാണ് ഇത് തകർന്നത്? ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സയൻസ് ബേസ്ഡ് ഒരു പ്രോബ്ലത്തെ മനസ്സിലാക്കുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, നിരന്തരം ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എവിടെയാണ് ഇത് സംഭവിച്ചത്? എത്ര തവണയാണ് ഇത് സംഭവിച്ചത്? അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ പ്രോബ്ലത്തിനും അതിന് പറ്റിയ സൊല്യൂഷനും കണ്ടെത്തേണ്ടത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു 80% പിന്നെ ശാസ്ത്രജ്ഞന്മാരും ഒരു വ്യക്തിയാണ് അവർ റോൾ മോഡൽ, കാൾ സാഗൻ. 80% ഓഫ് കറന്റ് സയൻറ്റിസ്റ്റ് ആർ ഇൻസ്പയർഡ് ബൈ കാൾ സാഗൻ അലോൺ. അപ്പോൾ പിന്നെ ടീച്ചേഴ്സ് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ള ഇൻസ്പിറേഷൻസ് കിട്ടുകയാണെങ്കിൽ, നേരത്തെ സാറ് പറഞ്ഞു പിന്നെ നെഹ്റുവിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഓതേഴ്സും നല്ല സയൻസ് പിന്നെ പ്രചാരകരും ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഇൻസ്പയർ മോർ സ്റ്റുഡൻസ് ഇൻ ടു സയൻസ്. പിന്നെ മെഡിസിൻ്റെ കാര്യം പറഞ്ഞത്, പിന്നെ ഞാൻ സയൻസ് എഡ്യൂക്കേഷൻ ഇൻ മെഡിസിൻ അതിനെപ്പറ്റി പറയാം. അത് സയൻസ് എഡ്യൂക്കേഷനാണല്ലോ. അപ്പോൾ ഇന്ന് മെഡിസിൻ സയൻസാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം മെഡിക്കൽ എഡ്യൂക്കേഷനിലില്ല. ഞാൻ പറയുന്നത് MBBS സ്ട്രീമിലാണ്. അപ്പോൾ ഒരു ആചാരമായി മാറി ഇല്ല, ദേ ആർ ജസ്റ്റ് ലേണിംഗ് അബൌട്ട് ഡിസീസ്, അബൌട്ട് ഇത്. ബട്ട് വാട്ട് ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ്, വൈ ദെയർ മെഡിസിൻ ഈസ് സയൻറ്റിഫിക് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ മെഡിക്കൽ കരിക്കുലത്തിൽ ഇതുവരെ ഇല്ല. ഈ അടുത്തൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. അപ്പോൾ പിന്നെ എവിഡൻസ് ബേസ്ഡ് ഞാൻ MBBS പഠിച്ചത് 90s. എവിഡൻസ് ബേസ്ഡ് മെഡിസിനുള്ള ആശയം ഡെവലപ്പ് ചെയ്തത് തന്നെ 90s, 91 to 97. പിന്നെ ഡേവിഡ് സാക്കറ്റ് എന്നുള്ള ഒരു കനഡിയൻ ആളാണ് അത് മെയിൻ. കുറേ ആൾക്കാരുണ്ട്. 1970 മുതലേ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ആശയമാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. ഇന്നും പലരും ഡോക്ടേഴ്സും പിന്നെ ഞാൻ എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഇൻവെസ്റ്റിഗേഷനും എല്ലാ അൾട്രാസൗണ്ടും എല്ലാ ടെസ്റ്റും എല്ലാം ചെയ്തിട്ട് അതാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വാട്ട് ഇസ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നുള്ളത്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ലാബോറട്ടറി ടെസ്റ്റ് ചെയ്യുന്നതല്ല. നമ്മൾ ഓരോ കാര്യവും നമ്മൾ ഓരോ മെഡിസിൻ കൊടുക്കുമ്പോഴും അതിന് പിന്നെ അതിൻ്റെ ഉപയോഗത്തിൽ എത്രമാത്രം എവിഡൻസ് ട്രയൽ ബേസ്ഡ് ആണ്, എത്രമാത്രം എവിഡൻസ് ഉണ്ട്, എത്ര സ്ട്രെങ്ത് ഓഫ് ഈ ട്രയൽസ് വെച്ചിട്ട് എവിഡൻസിന് എത്ര സ്ട്രെങ്ത് ഉണ്ട്, ആ സ്ട്രെങ്ത് ഓഫ് എവിഡൻസ്. അപ്പോൾ അതൊക്കെ വെച്ചാണ്
പിന്നെ ഈ സയൻറ്റിഫിക് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മെഡിസിൻ ഒരു പെർട്ടിക്കുലർ ക്യൂറിനാണ്. ഇപ്പം അലോപ്പതി എന്നുള്ളൊരു സംഭവമില്ല, മോഡേൺ മെഡിസിനാണ്. അതും എൻ്റെ അഭിപ്രായത്തിൽ സയൻറ്റിഫിക് മെഡിസിൻ ആയിരിക്കണം. പിന്നെ ഒരു പെർട്ടിക്കുലർ ക്യൂർ, ഒരു പെർട്ടിക്കുലർ മെഡിസിൻ ഒരു പെർട്ടിക്കുലർ ക്യൂറിനുണ്ടെങ്കിൽ അത് മാത്രമാണ് പ്രൂവ് ചെയ്യുന്നത്. ഹോൾ ഓഫ് മെഡിസിൻ പ്രൂവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആയുർവേദം നിങ്ങൾ എന്തൊക്കെ വെച്ച് പ്രൂവ് ചെയ്താലും, എന്തെങ്കിലും ഒന്ന് ഒരു പ്രൂവ് ചെയ്താലും കംപ്ലീറ്റ് ആയുർവേദിക് സയൻറ്റിഫിക് ആവുന്നില്ല. ആ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ആ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ഇതിന് മാത്രമേ പ്രൂവൺ ആവുന്നുള്ളൂ. അത് കംപ്ലീറ്റ്ലി ആയുർവേദത്തിനുള്ള പ്രൂഫല്ല. ഈവൻ മോഡേൺ മെഡിസിൻ്റെ കാര്യത്തിൽ അത് സെയിം. ഇനി അങ്ങനെ ഏതെങ്കിലും ആയുർവേദിക് മെഡിസിൻ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് മോഡേൺ മെഡിസിൻ, നോട്ട് ആയുർവേദ. ആയുർവേദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ പിത്തും ദോഷവും മറ്റേതൊക്കെ വെച്ച് ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ആ പറഞ്ഞ ബുക്കിൽ ചെയ്ത് മാത്രമേ അത് ആയുർവേദ ആവുന്നുള്ളൂ. നിങ്ങൾ അതേ മരുന്ന് അതിന് ഏതെങ്കിലും ക്യാൻസറിൽ ഉപയോഗം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അത് ദാറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് മോഡേൺ മെഡിസിൻ, സയൻറ്റിഫിക് മെഡിസിൻ. അപ്പോൾ ഈ സയൻറ്റിഫിക് ആസ്പെക്ട്സ് എന്താണെന്നുള്ളത് മെഡിസിനിലെ കരിക്കുലത്തിൽ ഇല്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് ഓവർ. പക്ഷേ ഈ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്, ഇംബൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇതര ചികിത്സാ സമ്പ്രദായങ്ങൾ, കപട ചികിത്സാ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ വളർന്നു വരുന്നതിൻ്റെ ഒരു കാരണം പല ഡോക്ടേഴ്സ് തന്നെ പറയും ഇനി പിന്നെ നിങ്ങൾ പറ്റുമെങ്കിലും മറ്റേതിൽ നോക്കിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞു വിടും. പിന്നെ പലപ്പോഴും മെഡിക്കൽ പ്രാക്ടീസ് തന്നെ അൺസയൻറ്റിഫിക് ആയിരിക്കും, വേണ്ടത്ര എവിഡൻസ് ഇല്ലാതെ ആയിരിക്കും. എൻ്റെ ഒരു വലിയൊരു സീനിയർ മാഡം പറഞ്ഞിട്ടുണ്ട്, ഇവർ ഇന്നൊരു കാര്യം പറയും, നാളെ ഒരു കാര്യം, വേറെ ട്രയൽ നടത്തി വേറെ കാര്യം പറയും. ദാറ്റ് ഈസ് ദ സയൻസ്. ഇന്നത്തെ കാര്യം എപ്പോഴും 5000 കൊല്ലം മുമ്പത്തെ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, കാളവണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ല സയൻസ്. മാറ്റാണ് സയൻസ്. അതുപോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത മെഡിക്കൽ അധ്യാപകരുള്ളപ്പോൾ ഹോപ്സ് കുറവാണ്. പക്ഷേ സ്ലോലി കാര്യങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. ഡോക്ടർ ഓൾറെഡി മെഡിക്കൽ ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ സിമിലർ ആയിട്ടുള്ള ഒരു കഥ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ സയൻറ്റിഫിക് കൺസെപ്റ്റ് ഈ ടോപ്പ് കോളേജുകളിലും ടോപ്പ് സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ പോലും കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ തന്നെയാണ് ഈ പറയുന്ന എൻട്രൻസ് എക്സാമുകളൊക്കെ പാസ്സായിട്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ എത്തുന്നത്. ഉദാഹരണത്തിന് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കഥയാണ്. അതിൽ ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ട് നോക്കുമായിരുന്നു ഒരു ലാബ് എക്സാമിൽ. അപ്പോൾ ഒരു ചെറിയൊരു സ്പ്രിങ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു കല്ല് കെട്ടിയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്റർ അത് വലുതാകും അതിനനുസരിച്ച് ആ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. പുള്ളി കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഉത്തരം കിട്ടി. ഏതാണ്ട് ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ള സ്പ്രിങ് ആയിരുന്നു പുള്ളിയുടെ. അത് ഒരു കല്ല് കെട്ടിയപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡായി. പുള്ളിയുടെ ഉത്തരം ഏകദേശം വന്നിട്ടുണ്ടായത് ഒരു 200 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലായിരുന്നു ഉത്തരം വന്നിട്ടുള്ളത്. 10 സെൻറ്റിമീറ്ററുള്ള സ്പ്രിങ് എക്സ്റ്റെൻഡ് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ പുള്ളി യൂണിറ്റ് യൂസ് ചെയ്തപ്പോൾ മാറിപ്പോയി. അപ്പോൾ നമ്മൾ ഫിസിക്കൽ കൺസെപ്റ്റ് ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഉത്തരം 200 സെൻറ്റിമീറ്റർ കിട്ടുമ്പോൾ സ്പ്രിങ് ഇത്ര പോലെ എക്സ്റ്റെൻഡ് ചെയ്യാൽ ഒരിക്കലും 200 സെൻറ്റിമീറ്റർ ആവില്ല എന്നുള്ളൊരു ചിന്ത ആ കുട്ടിക്ക് പോകണമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എത്രയാണ് ഉത്തരം? അപ്പോൾ പറഞ്ഞു 200 സെൻറ്റിമീറ്റർ. ഉറപ്പാണോ? ആ ഉറപ്പാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 1 മീറ്ററിൻ്റെ 100-1. ഇങ്ങനെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് അനലിറ്റിക്കൽ സ്കില്ല്, മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്കിൽസൊക്കെ വളരെ കൂടുതലായിരിക്കും. ന്യൂമറിക്കലായിട്ടുള്ള എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും മൾട്ടിപ്ലിക്കേഷനും ഇതൊക്കെ പറഞ്ഞാലും അവർ നന്നായിട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ കൺസെപ്റ്റ് അവർ മനസ്സിലാക്കുന്നതിൽ വളരെ പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്ന സയൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് 2-3 തലത്തിൽ അതിന് വിഭജിച്ച് കിടക്കുന്ന ഒരു സാധനം. നമ്മളെല്ലാം കൂടി കൂട്ടിപ്പണച്ചിട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സയൻസിൽ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ട്രാക്ക് നമ്മുടെ നാട്ടിലേ ഉള്ളൂ. മെയിൻലി സയൻസിൽ കരിയർ എന്ത് തരത്തിലെങ്കിലും, സയൻസ് താല്പര്യമില്ലാത്തതിന് പോലും ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ പഠിച്ചിട്ട് ഒരു കരിയർ അധ്യാപകനാവുക, ചുരുക്കി അധ്യാപകനാവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആർക്കാണ്, എന്തിനു വേണ്ടിയിട്ടാണ്?
ഇത് നമ്മൾ മിക്സ് ചെയ്ത് പോയി. അതായത് ഒരു സ്റ്റുഡൻറ്റ് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായാലും ഇല്ലെങ്കിലും അവന് പഠിച്ചൊരു കരിയർ ഉണ്ടാക്കുക. അത് ആൾക്കാരുടെ നിർബന്ധം കൊണ്ടാകും, താല്പര്യം കൊണ്ടാകും, താല്പര്യം ഇല്ലെങ്കിലും ഒരു ആവറേജ് താല്പര്യം. പിന്നെ അങ്ങനെ പഠിക്കുന്നത് ഇപ്പം പറഞ്ഞില്ല, സയൻസ് എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, ഈസി ആയിട്ട് പരീക്ഷ പാസ്സാവും. അവൻ്റെ ലക്ഷ്യം അത്രയേ ഉള്ളൂ. അവനെ കൂടുതൽ പിന്നെ മാതാപിതാക്കളുടെ ലക്ഷ്യം അത്രയേ ഉള്ളൂ. അവൻ എങ്ങനെയും പരീക്ഷ പാസ്സാവും, ഒരു ജോലിയിലാവുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ഗതികേടാണ് പിന്നെ എങ്ങനെയെങ്കിലും ഇതിപ്പോൾ പ്രാക്ടിക്കലി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. പക്ഷേ അല്ലാത്തവർക്ക് പോലും അവനെ കൊണ്ടൊരു പ്രയോജനമുണ്ട് നമുക്ക്. കാരണം ഈ ജോലിക്ക് എടുക്കുന്ന ഒരാളെ കൊണ്ട് ഇവന് പെട്ടെന്ന് മെമ്പറൈസ് ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ചില ജോലികളുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും അഡ്ജസ്റ്റ്. സയൻറ്റിഫിക് റിസർച്ചിന് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. എല്ലാവർക്കും കൊണ്ട് സയൻറ്റിഫിക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സയൻസ് പഠിപ്പിക്കുന്നത്. ഒരു കാരിയർ അവൻ ഡെവലപ്പ്ഡ് അധ്യാപകർ ആയിട്ട് പോയിക്കോട്ടെ, എവിടെ വേണമെങ്കിൽ പോയിക്കോട്ടെ, അതങ്ങനെ ഒരു ലൈന്. ആ ലൈനിലിരിക്കുക നമ്മൾ അവന് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കരുത്. അതുപോലെ കുട്ടിക്കാലം മുതൽ സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഒരു കുട്ടിയുടെ മുന്നിൽ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഒരു കുട്ടിയുടെ മുന്നിൽ ഒരുപാട് ഇൻഫർമേഷൻ. ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്നുള്ള വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് കൊടുക്കലാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൂടെ അവന് ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഈ അപ്പനന്മാർക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ മുള്ളാത്തയാണ് അതിന് ഫലം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അത് സയൻറ്റിഫിക് ഇതുണ്ടോയെന്ന് പോയി അന്വേഷിക്കാൻ പറ്റണം അവന്. അവിടെയാണ് അതിൻ്റെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ അവന് ജീവിതത്തിൽ ഹെൽപ്ഫുള്ളാണ്. ഒരു ഡ്രാസ്റ്റിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതല്ലാതെ നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പിന്നെ റൈസ് പുള്ളർ മറ്റത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പിന്നെ ഈ പറ്റിക്കപ്പെടുന്ന സാധനം അയാൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒരു പെട്ടെന്ന് മനസ്സിൽ അനലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവന് വേണം. അതുപോലെ ജീവിതത്തിൽ നിന്ന് പഠിച്ചോളാം, വീട്ടിൽ നിന്ന് പഠിച്ചോളാം എന്നുള്ള അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പം ഒരു കുട്ടി നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. എല്ലാ കുട്ടികളും ഒബ്സർവ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും. പക്ഷേ ഈ അച്ഛനമ്മമാർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ഒരു ചോദ്യം. ഞാനായാലും ചിലപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അവിടെ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം. അപ്പം ഇപ്പം കുമാരനാശാൻ്റെ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേപ്പൂക്കൾ പോകുന്ന പറഞ്ഞ എത്ര ഭംഗിയായിട്ട കുട്ടി പറയുന്നുണ്ട് അത്. പക്ഷേ അമ്മ പിന്നെ പറയുന്നത് എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്നുള്ളതിലാണ് അമ്മ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യം. വീട്ടിൽ നിന്നിട്ട് അങ്ങനെ റോങ് ഇതില്ല, പൂമ്പാറ്റയ്ക്ക് ദൈവം ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് പോകും. അവിടെയാണ് എൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കും. സയൻസ് ടെമ്പർ നമ്മൾ നിർബന്ധമായിട്ടും വളരെ പിഴിഞ്ഞ് നമ്മൾ ഇറ്റിച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ് സയൻസ് ടെമ്പർ. അതിന് സയൻസ് എഡ്യൂക്കേറ്റേഴ്സ് വേണം. അത് നിങ്ങൾ പറഞ്ഞ പോലെ അത് വളരെ ശരിയാണ്. എഡ്യൂക്കേറ്റർ സയൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്നത്. ഇതുപോലെ ചില കപ്പാസിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു, സയൻസ് പഠിച്ചിട്ട് നേരിട്ട് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ആ കോഴ്സിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ അഗ്രികൾച്ചർ ഞാനിപ്പോൾ ഇത് മനസ്സിൽ ശ്രീകുമാറിനോട് ചോദിച്ചിട്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളിടത്തോട് പിക്ക് ചെയ്തിട്ട് ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കണം നമ്മുടെ ഒരു ജോലിയാണ്. ആ ട്രെയിനിങ് നമുക്ക് കിട്ടിയിരിക്കണം. അതുപോലെ അപ്പോൾ ഞാൻ രണ്ട് ഇതാണ് നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടി ഉപദേശിക്കുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് സയൻസ് പഠിക്കാൻ വെറുതെ മെക്കാനിക്കലായിട്ട് പഠിച്ച് പോയിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം സയൻസ് പഠിക്കുന്ന ഒരു ക്ലാസ്. ഈ ക്ലാസ് അധ്യാപകരായി വന്നാൽ കോളേജ് അധിപർ വന്നാൽ ദുരന്തമാണ് വേറൊരു ചോദ്യം. അത് അവരെങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം, അല്ലെങ്കിൽ അധ്യാപകർ ചിലപ്പോൾ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ഈ വാസ്റ്റ്നെസ് ഓഫ് ഈ പറഞ്ഞ വിഷയങ്ങൾ ഈ കുട്ടിക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവാൻ എന്തൊക്കെ അവൻ പഠിക്കണം എന്നുള്ളത്. ഈ ഒരു ഫിസിക്സ് അധ്യാപിക അല്ലെങ്കിൽ ബയോളജി അധ്യാപിക ഇവർക്ക് നന്നായിട്ട് പഠിപ്പിക്കണം. പക്ഷെ അവരുടെ സബ്ജക്റ്റ് അവർ പഠിപ്പിക്കുന്നുള്ളൂ. ഒരു ബോട്ടണി അധ്യാപക അസ്ട്രോണമിയോ അസ്ട്രോളജി ഒന്നും ഒരിക്കലും പഠിപ്പിക്കില്ല. ഇത് തമ്മിൽ വ്യത്യാസം പഠിപ്പിക്കില്ല. അപ്പോൾ കുട്ടിക്ക് ആ സംശയം എന്ത് ചെയ്യും? ഫിസിക്സ് അധ്യാപകനോട് ആ ഫിസിക്സിൽ നല്ലൊരു അധ്യാപകനിലേ പോയി അവിടെ സ്കൂളിൽ. ഇപ്പം മെഡിസിനിലും എഞ്ചിനീയറിംഗിലുള്ള പിന്നെ സയൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ അഗ്രികൾച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ US ധാർവാഡിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ഒരു കമ്മിറ്റിക്ക് പിന്നെ എഡ്യൂക്കേഷൻ്റെ കമ്മിറ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അഗ്നിഹോത്ര ഫാമിംഗ് ആൾക്കാർ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ പറയുകയാണ്, അഗ്നിഹോത്ര ഫാമിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്, അത് നമ്മൾ സിലബസിൽ ഉൾക്കൊള്ളിക്കണം, അഗ്രികൾച്ചറിന്റെ സിലബസിൽ അഗ്നിഹോത്ര ഫാമിംഗും കൂടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത്രയാണ് ഇവർക്കുള്ള സയന്റിഫിക് സെൻസ് എന്ന് പറയുന്നത്. വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അവർക്ക് വേണമെങ്കിൽ സിലബസിൽ ആ മാറ്റം വരുത്താൻ പറ്റുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇപ്പം ഈ മാറ്റങ്ങളൊക്കെ UGC പിന്നെ ഇപ്പൊ അസ്ട്രോളജി പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ, കോഴ്സ് തുടങ്ങിയല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സയന്റിഫിക് ടെമ്പർ. ഈ ചർച്ച ഇവിടെ തുടങ്ങുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് ഒരുപാട് ആശയങ്ങൾ ഇവിടെ നടുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംവാദങ്ങളും പുതിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഹൗ ടു ലേൺ സയൻസ്, ശാസ്ത്രം പഠിക്കേണ്ടത് എങ്ങനെ എന്ന ഈ ചർച്ച പാനലിസ്റ്റ് അനുവാദത്തോടുകൂടെ, സദസ്യരുടെ അനുവാദത്തോടെ ഇവിടെ സമാപിക്കുന്നു.